title, international fighter. She is actually a US citizen, married to an Indian. She's settled now. She's taken up Indian citizenship now. So she said that international flight, she was in economic class. Her daughter is actually disabled, intellectual disability. So she was passenger. That passenger was feeling uncomfortable sitting with this child between. Passenger air hostess request seat air hostess designated seat, you can't change seat. First class seat asked air hostess for air hostess ഇവര് രണ്ടാളും ഈ അമ്മയും മോളിലെയും ഫസ്റ്റ് ക്ലാസ്സിൽ അപ്ഗ്രേഡ് ചെയ്തു. അയാളോട് ഓർത്തിൻ്റെയൊക്കെയാണ്. ഇവര് ഫസ്റ്റ് ക്ലാസ്സിൽ പോയപ്പോൾ അവരുടെ കൂടെ ആ സമയത്ത് ഇരിക്കുന്നുണ്ടായിരുന്ന ആള് അയാള് ഈ കുട്ടിയോട് പെട്ടെന്ന് ഇതായി മിങ്കിൾ ചെയ്തു, അവരോട് സംസാരിച്ച് ഇന്ററാക്ട് ചെയ്ത് സംസാരിക്കാൻ തുടങ്ങി, ഇതെല്ലാം ചെയ്യാൻ തുടങ്ങി. നമസ്കാരം. നാഷണൽ പ്ലാറ്റ്ഫോം ഫോർ ദ റൈറ്റ്സ് ഓഫ് ദ ഡിസേബിൾഡ് NPRDയുടെ ജനറൽ സെക്രട്ടറിയും CPIMന്റെ കേന്ദ്ര കമ്മിറ്റി അംഗവുമായ വി മുരളീധരനാണ് ഇന്നത്തെ നമ്മുടെ അതിഥി. ഗോപിനാഥ് മുതുകാടിന്റെ ഡിഫറെന്റ് ആർട്സ് സെന്ററുമായി ബന്ധപ്പെട്ട് നിരവധി ആരോപണങ്ങളും പരാതികളും ഒക്കെ വലിയ സീരിയസ് ആയി മനുഷ്യർ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. ഈ സമയത്ത് നമുക്ക് ഭിന്നശേഷി മനുഷ്യരുടെ മനുഷ്യാവകാശങ്ങളെ കുറിച്ച് കൂടി ചർച്ച ചെയ്തു പോകേണ്ടതുണ്ട്. ഭിന്നശേഷി മനുഷ്യർ ഓരോ ദിവസം കഴിയും തോറും ഓരോ മേഖലയിലും പുറകോട്ട് പോവുകയും സമൂഹത്തിൽ നിന്ന് അവർ അപ്രത്യക്ഷരായിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് ചുറ്റുമുള്ളത്. NGOകൾ അടക്കമുള്ളവര് അവരെ ചൂഷണം ചെയ്യുന്ന ഒരു കാഴ്ചയും നമ്മൾ കാണുന്നു. എന്തെല്ലാം നിയമങ്ങളാണ് ശരിക്ക് ഈ ഭിന്നശേഷി മനുഷ്യരുടെ ഒരു മനുഷ്യാവകാശങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി നിലവിലുള്ളത്? ഈ ടെർമിനോളജിയോട് തന്നെ ഒരു എതിർപ്പുണ്ട്. ഭിന്നശേഷികൾ ഡിഫറെന്റ്ലി ഏബിൾഡ്. ഞങ്ങളുടെ അണ്ടർസ്റ്റാൻഡിങ് എന്ന് വെച്ചാൽ there is nothing called different ability. ഡിസേബിലിറ്റി ഒരു ഹ്യൂമൻ ഡൈവേഴ്സിറ്റി ആണ് ഞങ്ങൾ കാണുന്നത്. ദാറ്റ് ഇസ് UN recognized CRPD, United Nations Convention of Rights of Persons with Disabilities. Rights of Persons with Disabilities. Disabilities. എന്നാണ് UN CRPD പറയുന്നത്. നമ്മുടെ നിയമവും റൈറ്റ്സ് ഓഫ് പേഴ്സൺസ് വിത്ത് ഡിസബിലിറ്റീസ് നമ്മുടെ 2016 നമ്മുടെ ആക്ടും പറയുന്നത് 2016 ആക്ട് റൈറ്റ്സ് ഓഫ് പേഴ്സൺസ് വിത്ത് ഡിസബിലിറ്റീസ് എന്നാണ് പറയുന്നത്. യു കൻ ആക്ച്വലി യൂസ് ദ ടേം ഡിസേബിൾഡ് അല്ലെങ്കിൽ പേഴ്സൺസ് വിത്ത് ഡിസബിലിറ്റി. അത് അപ്പുറത്ത് ചേർന്ന് അപ്പുറത്തേക്കായിട്ട് ഉപയോഗിക്കാറുണ്ട്. പക്ഷെ ഭിന്നശേഷി എന്നുള്ള ടേമിനോട് വാസ്തവത്തിൽ യോജിപ്പില്ലാത്തൊരു ടേമാണ്. ഇത് ആക്ച്വലി നമ്മുടെ UNCRPD തന്നെ പറയുന്നത് ഡിസേബിലിറ്റി ഈസ് എൻ ഇവോൾവിംഗ് കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. അതിനെ കുറിച്ചൊരു ഇതുവരെ കംപ്ലീറ്റ് ആയിട്ടൊരു ധാരണ എത്തിയിട്ടില്ല. ഇപ്പോഴും അത് ഇറ്റ് ഈസ് സ്റ്റിൽ ഇവോൾവിംഗ്, പ്രോസസ് ഓഫ് എവല്യൂഷൻ എന്നാണ് UNCRPD റെക്കഗ്നൈസ് ചെയ്യുന്ന, നമ്മുടെ നിയമം റെക്കഗ്നൈസ് ചെയ്താണ്. ഇറ്റ്സ് എ ഹ്യൂമൻ. അതുകൊണ്ട് നമ്മുടെ നിയമത്തിന് RPD Act, go into details later. RPD Act തന്നെ പറഞ്ഞ ആ ഷെഡ്യൂളിൽ തന്നെ പറയുന്നത് 21 ഡിസബിലിറ്റി ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ട് പറഞ്ഞ അതിന് ലാസ്റ്റ് അവസാനത്തെ വരി more conditions can be added later, categories conditions added എന്നാണ്. അപ്പോൾ that means ഇപ്പോൾ what we have come ഇപ്പോഴത്തെ സാധനം കൺക്ലൂഷീവ് അല്ല. It is still much more needs to be this thing about that എന്നല്ല. ആസ് സൊസൈറ്റി ഡെവലപ്പ് ചെയ്യുന്നതനുസരിച്ച് ടെർമിനോളജിയും സാധനം ഇങ്ങനെ അണ്ടർസ്റ്റാൻഡിങ് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. നേരത്തെ തുടക്കത്തിൽ യൂസ് ചെയ്യുന്ന ടേം ഹാൻഡിക്യാപ്ഡ് ആയിരുന്നു അല്ലെ, സ്പെഷ്യൽ ഏബിൾഡ് ആയി, പിന്നെ സ്പെഷ്യൽ ചൈൽഡ് എന്ന് ഉപയോഗിക്കാൻ തുടങ്ങി, പിന്നെ ഡിഫറെന്റ്ലി ഏബിൾഡ് എന്ന് ഉപയോഗിക്കാൻ തുടങ്ങി, പിന്നെ ഡിസേബിൾഡ് എന്ന് പറയാൻ തുടങ്ങി. ഇപ്പൊ പേഴ്സൺ വിത്ത് ഡിസബിലിറ്റി എന്നാണ് പറഞ്ഞത്. ഡിസബിലിറ്റിയിൽ പകരം യു ഷുഡ് റെക്കഗ്നൈസ് ദ പേഴ്സൺ ഫസ്റ്റ് എന്നുള്ള സാധനം കോൺസെപ്റ്റ്. So I may have not been totally agreement with that, but that is a concept that UN recognizes the concept adanappo generally. So this is so we need to actually understand disability kurichu manasilakkumbol thanne we need to actually be correct with our terminology. Differently able ennulla sadhanam ഭിന്നശേഷി ennulla sadhanam ഉപയോഗിക്കുന്നത് വാസ്തവത്തിൽ ഇപ്പോ നോർത്തിൽ എവിടെ ഉപയോഗിക്കുന്നില്ല. സദേൺ സ്റ്റേറ്റ്സിൽ മാത്രമേ ഇപ്പോ ഈ ഒരു പ്രയോഗം ഉപയോഗിക്കുന്നുള്ളൂ കേട്ടോ. കേരളയിലോ തമിഴ്നാട്, കേരള, തെലുങ്കാന, ആന്ധ്രാപ്രദേശ് യൂസ് ചെയ്യുന്നില്ല എന്ന് എന്റെ കാരണം. പക്ഷെ കേരളത്തിലും തമിഴ്നാട്ടിലും അതിനെ കുറിച്ചൊരു വളരെ ഫേം ആയിട്ട് സാധനമുണ്ട്. ബട്ട് ദിസ് ഈസ് ഓൾസോ നമ്മുടെ സൊസൈറ്റിയിൽ ഈ സാധനം എങ്ങനെ കാണുന്നുള്ളതാണ്.
Kerala society, there's a just general this thing actually. Sincere speaking from a Malayalam നമ്മുടെ കേരള സൊസൈറ്റിനെ കുറിച്ചുള്ള അണ്ടർസ്റ്റാൻഡിങ് ഇപ്പോഴും overwhelming attitude ഒരു ചാരിറ്റിയാണ്. Here is section of society, here are some people who need sympathy. അതിന് ഒരു ചാരിറ്റി ചെയ്യണം. ഇതൊരു മെഡിക്കൽ കണ്ടീഷനായിട്ട് ട്രീറ്റ് ചെയ്യുന്നുണ്ട്. ആ മെഡിക്കൽ കണ്ടീഷന് ക്യൂർ കണ്ടെത്തണം, റീഹാബിലിറ്റേഷൻ ചെയ്യണം, വെൽഫെയർ ചെയ്യണം. ആ ഒരു കോൺസെപ്റ്റ് നോക്കുമ്പോൾ നോട്ട് ഗോയിങ് ബിയോണ്ട് ദാറ്റ്. ഫ്രം ദാറ്റ് ഈസ് വൈ this whole concept arises of a different label. ഇത് പാട്രണൈസിങ് ടേം. ഇതൊരു പാട്രണൈസിങ് ടേം ആണ്. മലയാളത്തിൽ എന്താ പറയുന്നത്? പാട്രണൈസിങ് ടേം. Now that യുഎന്റെ ഒരു ഫ്രെയിംവർക്ക് വന്നതിന് ശേഷം, RPD Actന്റെ ഒരു ഫ്രെയിംവർക്ക് വന്നതിന് ശേഷം, we need to look at people from recognizing their disability. Disability does not mean inability. രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. Disability does not mean inability. Disability recognizes that you have some ability. Disability also recognizes that you have some capacity also. Disability does not again mean incapacity. ഇത് രണ്ടും തമ്മിൽ ഭയങ്കര വ്യത്യാസമുണ്ട്. സോ അതിനെ റെക്കഗ്നൈസ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുന്നതാണ് ഒന്ന്. ഫസ്റ്റ് തിങ്. അപ്പൊ നമ്മള് എന്ത് പറയാം, എന്താണ് പറയേണ്ടത്? ഏത് വേർഡ് ഉപയോഗിച്ച് നമ്മള് ഡിസേബിൾഡ് എന്ന് യൂസ് ചെയ്യാം, യൂസ് ചെയ്യാം. യു കൻ യൂസ് ഇറ്റ് ഐദർ വേ. ഇതിൽ കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന് മോദി ഒരു ആശ്രമം സ്വപ്നം കണ്ടിട്ട് ഒരു സാധനം കൊണ്ടുവന്നാൽ ദിവ്യാംഗൻ. ടോട്ടലി അൺആക്സെപ്റ്റബിൾ ടേം. ഡിസേബിൾഡ് ആൾക്കാർ, ഓർഗനൈസേഷൻസ് എല്ലാവരും തള്ളിക്കളഞ്ഞ ടേമാണത്. ബട്ട് ദേ ആർ ഇമ്പോസിങ് ഇറ്റ്. സർക്കാർ ദോ നിയമത്തിൽ എഴുതിയിട്ടില്ലെങ്കിലും അവർ ബൈ വേരിയസ് മീൻസ് ദേ ആർ ട്രൈങ് ടു ഇമ്പോസ് ദാറ്റ്. അതൊരു ടോട്ടലി അൺആക്സെപ്റ്റബിൾ ടേമാണ്. അതെ. അപ്പൊ നമ്മള് ഡിസേബിൾഡ് എന്ന് പറഞ്ഞു തുടങ്ങാം. അപ്പൊ ഡിസേബിൾഡ് ആയ മനുഷ്യാവകാശങ്ങൾക്ക് വേണ്ടി എന്തെല്ലാം നിയമങ്ങളുണ്ട്? അവര് ശരിക്കും മാതാപിതാക്കൾക്ക് പോലും അതിനെക്കുറിച്ച് വലിയ ധാരണ ഉണ്ടെന്ന് തോന്നുന്നില്ല. ഇവരുടെ കുട്ടികൾക്ക് ഇത്രയധികം അവകാശങ്ങളുണ്ട്, സംരക്ഷണമുണ്ട്. ഏറ്റവും ആദ്യം നമ്മൾ പറയുന്നത്, നമ്മൾ ഒരു കാര്യം ഓർക്കുന്നുണ്ട്, ഡിസേബിലിറ്റിന്റെ റൈറ്റ്സിനെ കുറിച്ചും ഇതിനെക്കുറിച്ചും അധികാരത്തിനെ കുറിച്ച് വരുന്ന നിയമം, റൈറ്റ്സിനെ റെക്കഗ്നൈസ് ചെയ്തുകൊണ്ട് നിയമം വരുന്ന ആദ്യമായിട്ട് വരുന്നത് ഈ നിയമമാണ്. ഇതിനു മുമ്പ് RPD ആക്ടിന് മുമ്പ് ശരിക്കും പേഴ്സൺ വിത്ത് ഡിസബിലിറ്റീസ് ആക്ട് ഉണ്ടായിരുന്നു. RPWD Act അവർ ഈക്വൽ ഓപ്പർച്യൂണിറ്റീസ് പ്രൊവൈഡ് ചെയ്യാനും അവരുടെ പാർട്ടിസിപ്പേഷനും ഈക്വൽ ഓപ്പർച്യൂണിറ്റീസിനും വേണ്ടിയുള്ള ഒരു നിയമമായിരുന്നു. വിച്ച് റെക്കഗ്നൈസസ് ദാറ്റ് ദർ ഇസ് ഡിസ്ക്രിമിനേഷൻ. അല്ലെ, അതിനു മുമ്പ് ഇവർക്ക് ഡിസബിൾഡ് ആയ പോപ്പുലേഷന് വേണ്ടി ഇങ്ങനത്തെ ഒരു അധികാരം ഉണ്ടായിരുന്നില്ല. അവർക്ക് വേണ്ടി നാഷണൽ ട്രസ്റ്റിന് പിന്നെ വന്ന 1995 ശേഷം വന്നതാണ്. അതിന് റീഹാബിലിറ്റേഷൻ കൗൺസിൽ ഓഫ് ഇന്ത്യ ആക്ട് ഉണ്ടായിരുന്നു. റീഹാബിലിറ്റേഷൻ കൗൺസിൽ ഓഫ് ഇന്ത്യ ആക്ട് ആക്ച്വലി റീഹാബിലിറ്റേഷൻ കൗൺസിൽ സെറ്റപ്പ് ചെയ്യുന്ന ആക്ടാണ്. ആ കൗൺസിൽ ഇറ്റ് ഡിസൈഡ്സ് ഓൺ കരിക്കുലം, കോഴ്സ്, ഇതെല്ലാം സ്പെഷ്യൽ സ്കൂളുകൾ, അവർക്ക് സർട്ടിഫിക്കേഷൻ, ഇതെല്ലാം കൊടുക്കുന്ന റീഹാബിലിറ്റേഷൻ കൗൺസിലാണ്. ഈ റീഹാബിലിറ്റേഷൻ കൗൺസിൽ പിന്നെ മെന്റൽ ഹെൽത്തിനെ കുറിച്ച് നിയമമുണ്ടാകും. ഏറ്റവും ആദ്യം ലെജിസ്ലേഷൻ കൊണ്ടുവന്നത് is actually concerning issue of mental health കെയറിനെ കുറിച്ച് നിയമമാണ്. ലുനാറ്റിക്സ് ആക്ട്, ലുനാറ്റിക്സ് അസൈലം, അതിനകത്ത് നേരത്തെ ഇതിനെക്കുറിച്ച് ബ്രിട്ടീഷിന്റെ സമയത്തുള്ള സാധനമാണ്. അതിനുശേഷം അതിലും ഫസ്റ്റ് ലെജിസ്ലേഷൻ was actually on mental health issues actually. Earliest legislation was on mental health issues. അതിനുശേഷമാണ് RCI വരുന്നത്. RCI ശേഷം പേഴ്സൺ വിത്ത് ഡിസബിലിറ്റീസ് ആക്ട് വരുന്നത്. പേഴ്സൺസ് വിത്ത് ഡിസബിലിറ്റീസ് ആക്ടിന് ശേഷം അതിന് വിട്ടുപോയ ഒരുപാട് ഡിസബിലിറ്റീസ് ഉണ്ടായിരുന്നു. അതിനെ കവർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ നാഷണൽ ട്രസ്റ്റ് വരുന്നത്. നാഷണൽ ട്രസ്റ്റ്, അതും വെൽഫെയർ ഒരു ആക്ടാണ്. നാഷണൽ ട്രസ്റ്റ് വരുന്നത്. പിന്നെ ഇതിന് കഴിഞ്ഞ ശേഷമാണ് ഇപ്പോ വീണ്ടും RPD റൈറ്റ്സ് ഓഫ് പേഴ്സൺ വിത്ത് ഡിസബിലിറ്റീസ് ആക്ട് വരുന്നത്. പിന്നെ മെന്റൽ ഹെൽത്ത് കെയർ ആക്ട് പുതിയതായിട്ട് 2017 വരുന്നത്. ഇങ്ങനെ ഒരുപാട് നിയമങ്ങൾ വാസ്തവത്തിൽ ഡിസബിലിറ്റീസിനെ കുറിച്ച് ഉണ്ട്. പക്ഷെ ഇതിനെ കുറിച്ചുള്ള അണ്ടർസ്റ്റാൻഡിങ് ഇതൊക്കെ ഒരുപാട് വളരെ കുറവാണ്. നോട്ട് ലിമിറ്റഡ് ടു പാരന്റ്സ് അലോൺ, ഈവൻ ടു പീപ്പിൾ വിത്ത് ഡിസബിലിറ്റീസ്. ഇതിനകത്ത് വർക്ക് ചെയ്യുന്ന ആൾക്കാർക്കും ഇത് എല്ലാ നിയമത്തിനെ കുറിച്ചും അറിയണമെന്ന് നിർബന്ധമില്ല. ഇത് കൂടാതെ തന്നെ വേരിയസ് അതർ നിയമങ്ങളിൽ തന്നെ ഡിസേബിളിനെ കുറിച്ച് ചർച്ച ചെയ്യുന്നുണ്ട്. ജുവനൈൽ ജസ്റ്റിസ് ആക്ടിൽ ചർച്ച ചെയ്യുന്നുണ്ട്. ക്രിമിനൽ ലോസിന് ആസ് പെർ ആസ് വിമൻ സെക്ഷൽ അസോൾട്ട്സ്
അതിനെക്കുറിച്ച് ക്രിമിനൽ ലോസിൽ വന്ന അമെന്റ്മെന്റ്സിൽ അതിനെ ചർച്ച ചെയ്യുന്നുണ്ട്. പോക്സോ, പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻ ഫ്രം സെക്ഷൽ ഇത് അതിനകത്ത് പ്രത്യേക ഇതുണ്ട്, വകുപ്പുകളുണ്ട്. ഒരുപാട് നിയമങ്ങളുണ്ട് ഡിസേബിലിറ്റിയെ കുറിച്ച് ചർച്ച ചെയ്തിട്ട്. പക്ഷെ വാട്ട് വി നീഡ് ടു അണ്ടർസ്റ്റാൻഡ്, ഇത് നിയമത്തിന്റെ എല്ലാം mother of all laws is actually the Constitution of India. Constitution doesn't talk about disability in that manner. Rights and entitlements, rights ne kurichu parayunna adiyam actually article 14 to 18 for the talks about article 15(1) and article 15 and article 16, it talks about some grounds on which ground prohibition prohibition discrimination prohibition kurichu articles are 15 and 16. You discrimination is prohibited on what grounds? Sex, on grounds of religion, on grounds of caste, on grounds of gender, various other things. But it is not prohibited on disability enna grounds ne kurichu adinal ezhudilla. Article 16 they were employment discrimination പാടില്ല എന്നുള്ള എല്ലാ ഗ്രൗണ്ട്സ് എഴുതിയിട്ടുണ്ട്. പക്ഷേ ഡിസബിലിറ്റിനെ കുറിച്ച് അതിനകത്ത് എഴുതിയിട്ടില്ല. Actually, I can't blame the framers of the Constitution at that point of time, but it is actually Constitution was a reflection of the movements that were taking place at that point of time. You took into account scheduled class issues, scheduled tribes issues, minorities issues. ഇതെല്ലാം അവരുടെ aspirations to an extent. I won't say it's a complete reflection of that, but aspirations reflect ചെയ്തൊരു Constitution ആയിരുന്നു. പക്ഷെ അത് ഡിസേബിലിറ്റിയുടെ ഒരു മൂവ്മെന്റ് ഇല്ലാത്ത ആ സമയത്ത് there was no disability. Even now there is no disability movement as such. ഡിസേബിൾഡ് ഉള്ള ആൾക്കാരുടെ ഒരു വലിയൊരു മൂവ്മെന്റ് ആയിട്ട് വന്നിട്ടില്ല. എപ്പോഴും ചെറിയ പല ഓർഗനൈസേഷൻസ് ഉണ്ട്, പലതും നമ്മൾ ഒന്നിച്ച് കൊണ്ടുവരാൻ നോക്കുന്നുണ്ട്. ദാറ്റ്സ് ഓൾ കറക്റ്റ്. ബട്ട് ഒരു വലിയൊരു മൂവ്മെന്റ് ആയിട്ട് ഇതിനെ ഇമ്പാക്ട് ചെയ്യാൻ പറ്റും, പോളിസീസിന് ഇമ്പാക്ട് ചെയ്യാൻ പറ്റിയ ഒരു മൂവ്മെന്റ് ഇതുവരെ നമ്മുടെ നാട്ടിൽ വന്നിട്ടില്ല. അതിന്റെ ഇല്ലായ്മ കൊണ്ടാണ്, അല്ലാതെ കോൺസ്റ്റിറ്റ്യൂഷൻ അറ്റ് ദാറ്റ് പോയിന്റ് ഓഫ് ടൈം. സോ ഇതിന് ഭേദഗതി വരുത്താൻ വേണ്ടിയിട്ട് ആസ്കിംഗ് ഫോർ എ amendment to the Constitution, actually രണ്ട് കോൺസ്റ്റിറ്റ്യൂഷൻ അമെന്റ്മെന്റ് ബില്ല് കൊടുക്കുന്ന രാജ്യസഭയില്. അത് ബൃന്ദാക്കാരായിട്ട് MP ആയിരിക്കുമ്പോൾ ഈ സാധനം ഈ ഡിസബിലിറ്റി അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഇപ്പൊ അടുത്ത കാലത്ത് ജോൺ ബ്രിട്ടാസ് ഇങ്ങനത്തെ ഒരു ഭേദഗതി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ actually happened to private members bill was rejected. They're not accepted by the state. So these are the various ഇങ്ങനത്തെ പല നിയമങ്ങളും ഉണ്ട്. അപ്പോ ഇതിൽ RPWD ആക്ട് ഒന്ന് നന്നായിട്ട് വിശദീകരിക്കാൻ പറ്റുമോ? ഭിന്നശേഷി അവകാശ നിയമം, അതാണല്ലോ ഇപ്പോ ഒരുപാട് അവരുടെ റൈറ്റ്സിനെ പ്രൊട്ടക്ട് ചെയ്യുന്ന ഒരു നിയമമാണല്ലോ. ഇപ്പൊ സ്റ്റേറ്റുകളല്ല, ഇത് എല്ലാ സ്റ്റേറ്റും ഇംപ്ലിമെന്റ് ചെയ്ത് കഴിഞ്ഞോ റൈറ്റ്സ് ഓഫ് പേഴ്സൺ വിത്ത് ഡിസബിലിറ്റി? നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അനുസരിച്ച് നമ്മൾ നോക്കുമ്പോൾ ഡിസബിലിറ്റി ഒരു സ്റ്റേറ്റ് സബ്ജക്ട് ആണ്. യു നോ ദാറ്റ് നമുക്ക് സ്റ്റേറ്റ് സബ്ജക്ട് ഉണ്ട്, സെൻട്രൽ സബ്ജക്ട് ഉണ്ട്, കോൺകറന്റ് ലിസ്റ്റ് ഉണ്ട്, പല ഇങ്ങനെ 3 ആയിട്ടാണ് ഇതാക്കിക്കുന്നത്. അതിനകത്ത് സ്റ്റേറ്റ് സബ്ജക്റ്റിലാണ് ഡിസബിലിറ്റി പെടുന്നത്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ഇന്ത്യ രാജ്യത്ത് ഒരു നൺ ഓഫ് ദി സ്റ്റേറ്റ്സ് ഹാവ് ആക്ച്വലി ലെജിസ്ലേറ്റഡ് ഓൺ ഡിസബിലിറ്റി. അവർക്ക് ലെജിസ്ലേറ്റ് ചെയ്യാം, വെദർ ഇറ്റ് ബി ഗവർൺഡ് ബൈ ദി ലെഫ്റ്റ്, റൈറ്റ്, സെന്റർ, ആരെ ഗവൺ ചെയ്താലും. No state in this country has brought a specific legislation on disability. ഒരു സ്റ്റേറ്റിനും ഉണ്ടെന്നില്ല. How can center legislate on a issue that is in the domain of the state? എന്നുള്ള ചോദ്യം വരുന്നില്ല. State, because center is legislating because we have signed an international agreement. International ഏതെങ്കിലും കരാറോ സന്ധി നമ്മൾ സൈൻ ചെയ്ത് കഴിഞ്ഞാൽ, ഒപ്പിട്ട് കഴിഞ്ഞാൽ, then center gets the authority to legislate on it. ആ ലീഗൽ ഫ്രെയിംവർക്ക് വരുന്നുണ്ടാണ്. 1995 ആക്ട് വന്നപ്പോഴും we had signed an international treaty. അതിന്റെ ഭാഗമായിട്ട് ആണ് 1995 ആക്ട് വന്നത്. ഈ 2014 ആക്ട് വരുന്നത് because you signed an international treaty, that is the UNCRPD. അതിന്റെ ഭാഗമായിട്ട് വരുന്നതാണ്. അല്ലാണ്ട് സ്റ്റേറ്റ്സ്, despite states having legislative power, states have not done it. അതാണ് നമ്മുടെ is an unfortunate situation. ഇതും center is also legislating. One is a compulsion of an international treaty. അതിന്റെ ഒരു പ്രഷർ ഇതല്ലാണ്ട് പിന്നെ താഴ്ന്നൊരു ചെറിയൊരു വിഭാഗം ഇതിനു വേണ്ടി പ്രഷറൈസ് ചെയ്യുന്നത്.
ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ, ഗ്രൂപ്പ് ഓഫ് NGOs, ഗ്രൂപ്പ് ഓഫ് ഓർഗനൈസേഷൻസ്. അതിന്റെ എല്ലാം പ്രഷർ കാരണം, not because they are conscious or sensitive to the issues. So these are some things that are there. As far as RPD Act ne kurichu parayumbo, nammal what we need to this thing is that there are various act. RPD Act ആദ്യം recognize ചെയ്യുന്ന വെച്ചാൽ people with disabilities have been discriminated against in the land. വർഷങ്ങളായിട്ടും over the centuries they have been discriminated. അപ്പോ ഇതിന് റൈറ്റ് സെറ്റിൽ things should be set right. അതാണ് ഒരു ബാക്ക്ഗ്രൗണ്ട് വരുന്നത്. UNCRPD ഫ്ലോ ചെയ്താണ് സാധനം. ഇപ്പോൾ ഡെഫിനിഷൻ, how do you define disability? Disability is defined in this thing. You have an impairment. കാലില്ല, കൈയില്ല, കാഴ്ചയില്ല, ഏതൊരു സെൻസറി ഇതില്ല. That by itself does not constitute a disability. It is an impairment. Impairment when it confronts barriers that are there in society. ഈ സൊസൈറ്റിയിൽ ഉണ്ടാക്കുന്ന ബാരിയർ കൊണ്ട് ഉണ്ടാവുന്നതാണ് ഡിസേബിലിറ്റി എന്നാണ് UNCRPD ഡെഫിനിഷൻ. അത് പിന്നെ നമ്മുടെ RPDയിലേക്കും നമ്മൾ ഇതാക്കിയിട്ടുണ്ട്. ഒരുപാട് റൈറ്റ്സും എൻടൈറ്റിൽമെന്റ്സിനെ കുറിച്ച് ആ നിയമത്തിൽ പറയുന്നുണ്ട്. ഒന്ന് എഡ്യൂക്കേഷനെ കുറിച്ച് പറയുന്നുണ്ട്, എഡ്യൂക്കേഷന് പല റൈറ്റ്സും പറയുന്നുണ്ട്. എംപ്ലോയ്മെന്റിനെ കുറിച്ചുള്ള റൈറ്റ്സിനെ കുറിച്ച് പറയുന്നുണ്ട്. റീസണബിൾ അക്കോമഡേഷൻ കൊടുക്കണം എന്ന് പറയുന്നുണ്ട്. അതുകൂടാണ്ട് സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കുള്ള അവകാശങ്ങളെ കുറിച്ച് പ്രത്യേകം പറയുന്നുണ്ട്. ചിൽഡ്രൻ, റൈറ്റ്സ് ഓഫ് ചിൽഡ്രൻ വിത്ത് ഡിസബിലിറ്റീസ് അവരെ കുറിച്ച് പറയുന്നുണ്ട്. ഇത് കൂടാണ്ട് ദ മെയിൻ ഡിഫറൻസ് 1995 ആക്ടും ഇതും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. ബട്ട് വൺ മെയിൻ ഡിഫറൻസ് ഈസ് ഇൻ ദിസ് ആക്ട് ദർ ആർ പീനൽ പ്രൊവിഷൻസ്. ഏതെങ്കിലും ഇൻസ്റ്റിറ്റ്യൂഷനോ ആളോ ഈ നിയമത്തിന് എതിരായിട്ട് എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അയാൾ പീനലൈസ് ചെയ്യുന്ന പ്രൊവിഷൻ പോലും ഇതിനകത്തുണ്ട്. ഫൈൻ, പിഴയുണ്ട്, ജയിൽ ടേംസിന്റെ നേരത്തെ ജയിൽ ടേം, ഇങ്ങനെ പലതും ഈ നിയമത്തിനകത്ത് പറയുന്നു. ഇറ്റ്സ് എ വൈഡ് എൻകപ്പാസിറ്റി. ഇതിനകത്ത് മെയിൻ ജനറൽ ആയിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന് ഹയർ എഡ്യൂക്കേഷനിൽ സ്കൂളിലെല്ലാം ഏജിന്റെ റിലാക്സേഷൻ ഉണ്ട്. അല്ല, ഞാൻ നേരത്തെ പറഞ്ഞൊരു സാധനം RTE റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട് ഡിസബിലിറ്റിനെ കുറിച്ച് സ്പെസിഫിക് ആയിട്ട് പറയുന്നത്. So there may be various other laws also which I can't go into, but these are some. അപ്പൊ ഇതിനകത്ത് എഡ്യൂക്കേഷനെ കുറിച്ച് സ്പെസിഫിക് ആയിട്ട് പറയുന്നുണ്ട്. എഡ്യൂക്കേഷൻ RTE ആക്ച്വലി കവേഴ്സ് അപ് ടു ദി ഏജ് ഓഫ് 18. 14 വയസ്സ് വരെ RTE കവർ ചെയ്യുന്നുണ്ട്. പക്ഷെ ഇതിനകത്ത് 18 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് ഇതിനകത്ത് കവർ ചെയ്യുന്നുണ്ട്. So up to the age of 18 actually, this act actually talks up to the age of 18. One. Second thing is reservation higher education institutions നെ കുറിച്ച് ഇതിനകത്ത് പറയുന്നുണ്ട്. 5% reservation higher institutions of higher education. കോളേജിലും സ്കൂൾ വിട്ട് കഴിഞ്ഞാൽ ഇതിലെല്ലാം ഇതിനകത്ത് 5% റിസർവേഷനെ കുറിച്ച് പറയുന്നുണ്ട്. ഇതിനകത്ത് റൈറ്റ് കൊടുക്കുന്നുണ്ട്. എംപ്ലോയ്മെന്റിൽ 4% റിസർവേഷൻ, 4 ഇതായിട്ട് ഭാഗിച്ചിട്ടുണ്ട്. പക്ഷേ 4% റിസർവേഷൻ ഉണ്ട്. ഇത് ഇങ്ങനെ പല ഇൻക്ലൂസീവ് എഡ്യൂക്കേഷനെ കുറിച്ച് എന്താ പറയുന്നത്? ഇൻക്ലൂസീവ് എഡ്യൂക്കേഷനെ കുറിച്ചാണോ അതോ എങ്ങനെയാണ് അതിനെ കുറിച്ച് പറയുന്നത്? വിദ്യാഭ്യാസം എന്ന് പറയുമ്പോൾ എഡ്യൂക്കേഷൻ ഇൻക്ലൂസീവ് തന്നെയാണ് പറയുന്നത്. വി ടോക്ക് അബൌട്ട് ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ ഉണ്ട്. പക്ഷേ ഇൻക്ലൂസീവ് എഡ്യൂക്കേഷനെ കുറിച്ച് പല ഇഷ്യൂസും ഉണ്ട്. ബട്ട് ദാറ്റ്സ് എ ഡിഫറെന്റ് തിങ്. ബട്ട് ഐ ആം ഓൾസോ വോട്ടറി ഓഫ് ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ. ഐ ജസ്റ്റ് ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. How does inclusive education actually make a difference? നമ്മുടെ അറിയാമായിരിക്കും, there was an incident in which ഒരു 12 വയസ്സ് 13 വയസ്സിലെ ഒരു കുട്ടി, disabled wheelchair user, was offloaded from a Bodian Indigo actually from Ranchi Raipur, some Ranchi Raipur correctly. അവിടെ നിന്ന് അയാള് ബോഡിയാൻ സമ്മതിച്ചില്ല. Because he had disability. ആ സമയത്ത് അയാള് ഇറക്കി. പക്ഷെ സ്റ്റാഫിന് അയാളുടെ കണ്ടീഷനെ കുറിച്ചൊന്നും അറിയില്ല. ഹി ഹാഡ് എ ടിക്കറ്റ് അല്ലാണ്ട് ഹി വാസ് നോട്ട് എ ഫസ്റ്റ് ടൈം ട്രാവലർ ആയിരുന്നില്ല അയാള്. പക്ഷെ ആ സമയത്ത് എന്തോ അയാൾ സ്റ്റാഫ് സസ്പെക്ടഡ് സംതിങ് ആൻഡ് ഡിഡ് നോട്ട് അലോ ഹിം ടു ഗോ. അതൊരു വലിയ ഇഷ്യൂ ആയിട്ട് മാറി. ഞങ്ങളും വി ഓൾസോ ഹാഡ് പ്രൊട്ടസ്റ്റഡ് അഗൈൻസ്റ്റ് ദാറ്റ് ഇൻസിഡന്റ്. അങ്ങനെ പല ഇത് നോട്ട് ഫസ്റ്റ് ഇൻസിഡന്റ്. എയർപ്ലെയിനിൽ കേട്ടാത്ത ഒരുപാട് ഇഷ്യൂസ് നേരത്തെ വന്നിട്ടുണ്ട്. നമ്മൾ ഇതിനെ കുറിച്ച് വി ഹാവ് ബീൻ ടേക്കിംഗ് അപ്പ് ഇഷ്യൂ. ഒരുപാട് അതിനുശേഷം ഒരുപാട് മാറ്റങ്ങളും വന്നിട്ടുണ്ട്. ഒരുപാട് മാറ്റങ്ങൾ വന്നു. പക്ഷേ
ഇങ്ങനത്തെ ഒരു ഇഷ്യൂ വന്നു. ഈ ഇഷ്യൂവിനെ കുറിച്ച് എഴുതും ഒരു ജോ ചോപ്ര എന്ന് പറഞ്ഞൊരു സ്ത്രീയുണ്ട്, മറ്റേ ഒരു ലത്തിക റോയ് ഫൗണ്ടേഷൻ പറഞ്ഞ ദഹ്റാദൂണിലൊരു ഒരു ഓർഗനൈസേഷൻ, ഒരു NGO, ഒരു സ്പെഷ്യൽ സെറ്റിംഗ് ആണ് നടത്തുന്നത്, NGO ആണ്. അവരൊരു ലേഖനം ഇന്ത്യൻ എക്സ്പ്രസിൽ എഴുതി. അതിനകത്ത് അവരൊരു എക്സ്പീരിയൻസ് അവർ ഷെയർ ചെയ്താൽ അവർ പറഞ്ഞു, അവർ ഒരു ഫ്ലൈറ്റിൽ, ഒരു ഇന്റർനാഷണൽ ഫ്ലൈറ്റ്, ഷീ ഈസ് ആക്ച്വലി US സിറ്റിസൺ, married to an Indian, she's settled now, she's taken up Indian citizenship now. So അവര് എഴുതുന്ന വെച്ചാൽ she said that ഞാൻ ഒരു യാത്ര ചെയ്യുമ്പോൾ, ഒരു ഇന്റർനാഷണൽ ഫ്ലൈറ്റിൽ യാത്ര ചെയ്യുമ്പോൾ, she was in economic class. അവർ കൂടെ മകളുണ്ടായിരുന്നു. Her daughter is actually disabled, intellectual disability. So she was ഒരുപാട് ആ സമയത്ത് അവരുടെ കൂടെ ഉണ്ടായിരുന്ന പാസഞ്ചർ, ദാറ്റ് പാസഞ്ചർ വാസ് ഫീലിംഗ് അൺകംഫർട്ടബിൾ സിറ്റിംഗ് വിത്ത് ദിസ് ചൈൽഡ് ബിറ്റ്വീൻ. ആ പാസഞ്ചർ എയർ ഹോസ്റ്റസിനോട് റിക്വസ്റ്റ് ചെയ്തിട്ട് സീറ്റ് മാറണമെന്ന് പറഞ്ഞു. എയർ ഹോസ്റ്റസ് പറഞ്ഞു പറ്റില്ല എന്ന് പറഞ്ഞു. നിങ്ങൾക്ക് ഡെസിഗ്നേറ്റഡ് സീറ്റ് നിങ്ങൾക്ക് യു കാൺ ചേഞ്ച് സീറ്റ്. അപ്പോൾ ഫസ്റ്റ് ക്ലാസ്സിൽ സീറ്റ് കാലി ഉണ്ടെന്ന് പറഞ്ഞു. അയാൾ ആ എയർ ഹോസ്റ്റസ് പറഞ്ഞു ഞാൻ പോയി നോക്കി വരട്ടെ. എയർ ഹോസ്റ്റസ് പോയി നോക്കി വന്നിട്ട് എന്താ ചെയ്യുന്നറിയോ, ഇവര് രണ്ടാളും ഈ അമ്മയും മോളിലെയും ഫസ്റ്റ് ക്ലാസ്സിൽ അപ്ഗ്രേഡ് ചെയ്തു. അയാളോട് ഓർത്തിൻ്റെയൊക്കെയാണ്. ഇവര് ഫസ്റ്റ് ക്ലാസ്സിൽ പോയപ്പോൾ അവരുടെ കൂടെ ആ സമയത്ത് ഇരിക്കുന്നുണ്ടായിരുന്ന ആള് അയാള് ഈ കുട്ടിയോട് പെട്ടെന്ന് ഇതായി മിങ്കിൾ ചെയ്തു, അവളോട് സംസാരിച്ച് ഇന്ററാക്ട് ചെയ്ത് സംസാരിക്കാൻ തുടങ്ങി, ഇതെല്ലാം ചെയ്യാൻ തുടങ്ങി. വാട്ട് ഷി വാസ് ട്രൈങ് ടു പോയിന്റ് ഔട്ട്, ഈ എക്കണോമിക് ക്ലാസ്സിലോട്ട് കൂട്ടി ട്രാവൽ ചെയ്ത ആൾക്ക് he was not educated or in an inclusive setup, whereas this man who was sitting in the first class or the higher class actually took education in inclusive setup. So he was able to understand the condition of this child and interact with him and this thing. So that setup actually ഇതിനകത്ത് it's not about that child getting an education. ആ ചൈൽഡിന്റെ ഒരു സൊസൈറ്റിയിൽ കൂടി മാത്രമല്ല, ബാക്കിയുള്ള സൊസൈറ്റിയിൽ വേറെ ഭാഗത്തുനിന്ന് വരുന്ന ആൾക്കാർക്കും ഈ സാധനത്തിനെ കുറിച്ചൊരു എക്സ്പീരിയൻസ് കിട്ടുന്നുണ്ട്. ആൻഡ് ദേ ഓൾസോ ബിക്കം സെൻസിറ്റൈസ്ഡ് ടു ദിസ്. ഓഫ് കോഴ്സ് നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ ഇതിന് എത്രത്തോളം കോപ്പ് ചെയ്യാൻ പറ്റും, അതിനുവേണ്ടി ആവശ്യമുള്ള ഫണ്ട്സ് ഉണ്ടോ, those are all different issues. But we should aim towards that. We should aim towards making our spaces inclusive. But whatever might be said in this act, ഇതിനകത്ത് ആക്ട് എന്തെങ്കിലും പറഞ്ഞാലും what we are now actually facing a situation in which the national education policy is being implemented. NEP 2020 NEP-ലും പ്രൊവിഷൻസ് ഉണ്ട് ഡിസബിലിറ്റി കുറിച്ച്, അവർക്ക് അത് പ്രൊവൈഡ് ചെയ്യണം, സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ വേണം, അത് പല പ്രൊവിഷൻസ് NEP-ലുണ്ട്. I'm not saying that, but at the same time we cannot overlook the fact NEP-ന്റെ overall framework നമ്മുടെ ആവശ്യം. It is for commercialization, closure, privatization, and centralization, ഇതെല്ലാം കമ്മ്യൂണലൈസേഷൻ, ഇതെല്ലാം ഉണ്ടല്ലോ. ആ ഓവറോൾ കോൺസെപ്റ്റ് ഐസൊലേറ്റ് ചെയ്ത് നമുക്ക് NEP നോക്കാൻ പറ്റില്ല. So NEP advocates closure of neighborhood schools. Neighborhood schools ഉള്ള കാരണമാണ് ഡിസേബിൾഡ് എഡ്യൂക്കേഷൻ കിട്ടുന്നത്. ദൂര സ്ഥലത്തെ കുട്ടികളെ, ഡിസേബിൾഡ് കുട്ടികളെ അയക്കാൻ പോകുന്നില്ല. That is very clear about that. Parents are not going to send children to schools that are far away from their homes, especially girl children. Girl children, the most contributing factor to education of girl children has actually been the neighborhood schools. Even for others also, that's a different thing, but especially for girl children. So that concept, disabled students, you are actually, once you start closing down neighborhood schools and building large, huge complexes of schools, you are denying what is written in the RPD and also the various clauses that you're talking about in the NEP also. നമ്മൾ ഈ വിഷയം, ഡിസേബിൾഡ് മനുഷ്യരുടെ വിഷയം ചർച്ച ചെയ്യുമ്പോൾ പലപ്പോഴും അവരുടെ മാതാപിതാക്കൾ അനുഭവിക്കുന്ന വേദനകളെ കുറിച്ച് പറയാതെ പോകുന്നുണ്ട്, അല്ലെങ്കിൽ അമ്മമാരുടെ വിഷമവും കണ്ണീരും ഒക്കെ കാണുന്നില്ല പലപ്പോഴും. ഇതൊരു സ്ത്രീ വിഷയം കൂടിയാണോ? തീർച്ചയായിട്ടും ഇതൊരു ഭയങ്കര ജെൻഡേർഡ് സാധനമാണ് വാസ്തവത്തില്. പല സ്ഥലത്തും നോക്കിയാൽ, ഞാൻ കേരളത്തിന്റെ പല ഈ പ്രത്യേക ഇഷ്യൂ അല്ലാണ്ട് നമ്മള് കേരളത്തില് ഈ തെങ്ങ് കയറുന്ന ഒരുപാട് ആൾക്കാരുണ്ടല്ലോ. തെങ്ങ് കയറിയിട്ട് തെങ്ങിന്റെ മുകളിൽ നിന്ന് വീഴുന്ന ഒരുപാട് കേസുകളുണ്ട്. ഈ പുരുഷന്മാർ തെങ്ങ് കയറിയിട്ട് തെങ്ങിന്റെ മുകളിൽ നിന്ന് വീഴുന്ന ഒരുപാട് കേസുകൾ.
വീണ് കഴിഞ്ഞ ശേഷം മരിച്ചുപോയി ഇറ്റ്സ് എ ഡിഫറെന്റ്. ബട്ട് ഒരുപാട് ആൾക്കാർ സ്പൈനൽ കോഡ് ഇഞ്ചുറി ആയിട്ട് ജീവിതകാലം മുഴുവൻ ബെഡ് റിഡൻ ആയിട്ട് പോകുന്നുണ്ട്. അയാളുടെ ജോലി പോയി, അയാളെ നോക്കാൻ വേണ്ടി അയാളുടെ വൈഫും അവർ അഗ്രികൾച്ചർ ലേബർ ആയിരിക്കാം, അവരും അവരുടെ ജോലി വിട്ട് അവരെ നോക്കാൻ. ഇത് അപ്പൊ രണ്ടാൾക്കാരുടെ ജോലി പോയി. ഇതിനകത്ത് ഇതൊരു ഇഷ്യൂ ഉണ്ട്. അത് കൂടാണ്ട് ഈ ഒരു കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ, വീട്ടിലൊരു കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ രണ്ടുപേരും ജോലി, അച്ഛനും അമ്മയും രണ്ടുപേരും ജോലി. ഇപ്പോഴത്തെ കാലത്ത് അങ്ങനെയാണ്. പല ആൾക്കാരും ഫാമിലീസിൽ രണ്ടാൾക്കും ജോലി ചെയ്യുന്ന ഫാമിലീസ് ആണ്. പല പഴയതൊക്കെ വിട്ടിട്ട് ഒരുപാട് ഇപ്പോ അമ്മയും അച്ഛനും രണ്ടുപേരും ജോലി ചെയ്യും. ഒരു കുട്ടി ഡിസേബിൾഡ് ആയിട്ട് ഒരു കുട്ടി ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ആദ്യം ജോലി രാജിവെക്കേണ്ടത് അമ്മയാണ്, വെക്കുന്നത് അമ്മയാണ്. വെക്കണോ വേണ്ടത്, ദാറ്റ്സ് എ ഡിഫറെന്റ് തിങ്. ഈവൻ ഇഫ് ഷീസ് ഇൻ ഹയർ പോസ്റ്റ്, അവർക്ക് കൂടുതൽ ശമ്പളം കിട്ടുമെങ്കിൽ തന്നെ അവർ അതൊരു ജെൻഡേർഡ് ആസ്പെക്ട് ആണ്. സ്ത്രീ എന്നെ കെയർ ഗിവർ ആയിരിക്കണമെന്നില്ല. നമ്മളിപ്പോ ഇതിനകത്ത് നമ്മളെ ഒരുപാട് NGOs കേരളത്തിന് പുറത്ത്, ഐ ഡോണ്ട് നോ അബൌട്ട് കേരള, കേരളത്തിന് പുറത്ത് ഒരുപാട് NGOs ഹെഡ് ചെയ്യുന്നവരാണ് സ്ത്രീകളാണ്. വാസ്തവത്തിൽ ഡൽഹിയിൽ ഒരുപാട് NGOs ഹെഡ് ചെയ്യുന്ന സ്ത്രീകളാണ്. ഈ പേരൻസ് ഓർഗനൈസേഷൻ പല സ്ഥലത്ത് ഹെഡ് ചെയ്യുന്ന സ്ത്രീകളാണ്. നോട്ട് ബിക്കോസ് ഓഫ് ചോയ്സ്. പുരുഷന്മാർ വിട്ടുകൊടുത്തോണ്ടല്ല ചെയ്യുന്നത്. ഇറ്റ്സ് നോട്ട് ബിക്കോസ് ഓഫ് ദാറ്റ്. പുരുഷന്മാർ വിട്ടുകൊടുക്കൊണ്ട് ചെയ്യുന്നില്ല. ഇറ്റ്സ് നോട്ട് ബൈ ചോയ്സ്, ഇറ്റ് ഈസ് ബിക്കോസ് ഓഫ് കമ്പൾഷൻ. പുരുഷന്മാര് എടുക്കാത്തതിന്റെ പേര് സ്ത്രീകളെ കൊടുക്കുന്നതാണ്. പുരുഷന്മാർ ആ ചുമതല എടുക്കാത്തതിന്റെ പേര്. വിമൻ ഈസ് എ കെയർ ഗീവർ ഇൻ 99.9% of the case. കറക്റ്റ് ഇൻ ഫിഗേഴ്സ് ഇല്ല. I would emphatically say women are the caregivers. This is one thing. Second thing is, സ്ത്രീ പല കേസുകളിലും പുരുഷന്മാര്, ഭർത്താക്കന്മാര് അമ്മയും കുട്ടിയെ ഉപേക്ഷിച്ചു പോകുന്നത് ഒരുപാട് കേസുകളുണ്ട്. So that lady is responsible for the birth of the child. One thing. Second thing, you're withdrawing from your responsibility. You're abandoning your responsibility. ഈ ഒരു ജെൻഡർ എന്നുള്ള സാധനം, ഞാൻ പറഞ്ഞു ഡിസബിലിറ്റി ജെൻഡർ എന്നൊരു ഭയങ്കര സാധനം ഉണ്ട്. ഇറ്റ്സ് എ ഹ്യൂജ് തിങ് ദാറ്റ് ഇസ് ദിസ് ജെൻഡേർഡ് തിങ് ആക്ച്വലി ഫാക്ടറിയിൽ പെട്ടുന്നില്ല, പല സ്ഥലത്തും ചർച്ചയിൽ വരുന്നില്ല. ബട്ട് ഇറ്റ് ഈസ് വെരി മച്ച് ദേർ ആൻഡ് ഇസ് വെരി മച്ച് എവിഡന്റ്. അപ്പൊ ഇതിലെ ഏറ്റവും വലിയ അഫക്റ്റഡ് പാർട്ടീസ് സ്ത്രീകളും കൂടി ആയി മാറുകയാണ് ഈ ഒരു സമൂഹത്തിന്റെ മറ്റൊരു കെയർ ഗിവേഴ്സ് ആയിട്ട് ഫുൾ ടൈം. ഇതിന് വയലൻസും ഉണ്ട് കേട്ടോ. അബാൻഡന് മാത്രമല്ല, സ്ത്രീകൾക്ക്, ഡിസേബിൾഡ് ആയ സ്ത്രീകൾക്ക് എതിരായിട്ട് വയലൻസ് ഒരുപാടുണ്ട്. ഡൊമസ്റ്റിക് വയലൻസും ഉണ്ട്, സെക്ഷുവൽ വയലൻസും ഉണ്ട്, പലതും ഉണ്ട്. നമ്മൾ നമ്മുടെ 2012 ആ നിർഭയ കേസ് നടന്നു ഡൽഹിയിൽ. മറ്റേ ഒരു ഗാങ് റേപ്പ് നടന്നു. ഗാങ് റേപ്പിന് ശേഷം ഒരുപാട് സ്റ്റുഡൻസിന്റെ ഒരു മൂവ്മെന്റ് നടന്നു. അതിന്റെ ഭാഗമായിട്ട് ക്രിമിനൽ ലോസിൽ ഒരുപാട് അമെന്റ്മെന്റ്സ് വന്നല്ലോ. അവിടെ ജസ്റ്റിസ് വർമ്മ കമ്മിറ്റി മുമ്പിൽ നമ്മുടെ റെപ്രസെന്റേഷൻ ആ സമയത്ത് കൊടുത്തിരുന്നു. എസ്പെഷ്യലി ഡ്യൂറിംഗ് സെക്ഷുവൽ വയലൻസിനെ കുറിച്ച് ഇതിനെ കുറിച്ച് നമ്മൾ അതിനുശേഷം ക്രിമിനൽ ലോസിൽ ഒരുപാട് അമെന്റ്മെന്റ്സ് വരുത്തിയിരുന്നു. അപ്പോ ഉദാഹരണമായിട്ട് യു നീഡ് നോട്ട് ഗോ ടു എ പോലീസ് സ്റ്റേഷൻ രജിസ്റ്റർ കംപ്ലൈന്റ്. ഒരു കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ, ഒരു വയലൻസ് നടന്നു, എന്തെങ്കിലും അറ്റാക്ക് നടന്നു വെച്ചാൽ കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി യു നീഡ് നോട്ട് ഗോ ടു ദ പോലീസ് സ്റ്റേഷൻ. Police should come to your residence or will record a statement at a place of your choice. Of your choice എന്ന് പറഞ്ഞാൽ പല സ്ഥലത്തും വീടുകളിൽ അകത്ത് തന്നെ ആയിരിക്കും സാധനം നടക്കുന്നുണ്ടാവും. Violence can take place within family, within neighborhoods. So that can be, you can record a statement there. പിന്നെ പോലീസ് സ്റ്റേഷനിൽ സൈൻ ലാംഗ്വേജ് ഇന്റർപ്രറ്റർ വേണം, അല്ലെങ്കിൽ സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ ആവശ്യമുണ്ടോ, ഡിപെൻഡിങ് ഓൺ ഡിഫറെന്റ് ഡിസബിലിറ്റീസ്. പിന്നെ പല അക്കോമഡേഷൻ നിയമത്തിൽ അതുകൊണ്ട് അതിനുശേഷം ജസ്റ്റിസ് റബ്ബ കമ്മിറ്റി റെക്കമെൻഡേഷൻ വന്നിട്ടായിരുന്നു. അതിനുശേഷം നിയമത്തിൽ ഒരുപാട് സാധനങ്ങൾ ഇപ്പോൾ എല്ലാ കംപ്ലീറ്റ് പ്രൊസീജിയർ കംപ്ലീറ്റ് വീഡിയോഗ്രാഫ് ചെയ്യാൻ പോകുന്നുണ്ട്. If a disabled woman or girl is involved, the entire proceeding should be videographed. Entire legal judicial proceeding should be videographed. So those are big changes that have come actually because of intervention of our organization, various other organizations also. ഇപ്പൊ ഇത്തരം വിഷയങ്ങൾ ചർച്ചയിൽ ഉയർന്നു വരുമ്പോൾ പാരന്റ്സ് പറയുന്ന ഏറ്റവും വലിയ അവരുടെ ഒരു ആശങ്കയും ആദ്യം ഞങ്ങളുടെ കാലശേഷം ഈ കുഞ്ഞുങ്ങളെ ആര് നോക്കും, അവരെവിടെയാണ് ഇതാവുക. അപ്പൊ ഒരു റീഹാബിലിറ്റേഷന്റെ ഒരു വലിയ ചർച്ച ഉയർന്നു വരുന്നുണ്ട്. ഇപ്പൊ വിദ്യാഭ്യാസത്തെ പറ്റി പറഞ്ഞ പോലെ തന്നെ
എവിടെയാണ് ഇവരെ പുനരധിവസിപ്പിക്കേണ്ടത്, എവിടെയാണ് ഇവരെ റീഹാബിലിറ്റ് ചെയ്യേണ്ടത്? ഇത് NGO-കൾ കൊണ്ടുപോയിട്ട് ഏതോ രാജ്യങ്ങളിലോ ഏതോ കോർണറിലോ ആണോ ഇവരെ താമസിപ്പിക്കേണ്ടത്? ഇവരുടെ പുനരധിവാസം എങ്ങനെയായിരിക്കണം? ആരുടെ റെസ്പോൺസിബിലിറ്റിയാണ്? നിങ്ങൾ ആക്ച്വലി Sunitha സംസാരിക്കുന്ന when you're talking about parents, this thing is actually limited. Whatever limitation ഉണ്ട്, you're limiting it to a few kind of disabilities only. Severe ആയിട്ട് കുറച്ച് disabilities, especially intellectual disabilities, where parents ന്റെ ഒരു concern ഉള്ള സാധനം സുനിത പറയുന്നത്, that's actually limited to intellectual disabilities and various other disabilities also. I'm not talking about developmental disabilities. I think that is the framework in which you're talking about. Because in the census in the majority, a very portion, around 49%, if you believe the census figures, 49% disability number as per the 2011. So I'm not a figure which we can talk about it later. 49% 49% people with visual impairment. That is a huge bump. 49%, 49% blind actually, is fully blind or people with low vision. They have now risen far up. അവരെ കുറിച്ച് രക്ഷിതാക്കന്മാർക്ക് അങ്ങനെ പണ്ടത്തെ പോലെ ഒരു സാധനമില്ല. They are getting education. Many of them are getting education. Many of them are getting employment. I'm not talking about everyone, but many of them are getting education. Your concern, concern I'm totally against this NGOization of this sector in the first place. This is a responsibility of the state. State in the state should take responsibility for this. Even otherwise, state in responsibility, because state is not taking up its responsibility, not adhering to its responsibility, or is rather abdicating its responsibility. It is because of that such things are happening. 1991 shesha ഒരു വലിയൊരു മാറ്റം ഇതിനകത്ത് വന്നിട്ടുണ്ട്. നമ്മുടെ new economic policies, liberalization policy, globalization, ഇതിന് വന്നതിന് ശേഷം ഈ സോഷ്യൽ സെക്ടറിലെ എക്സ്പെൻഡിച്ചർ, അതിനകത്ത് there has been a social sector commitment തന്നെ ഒരു government has been going back, center has been going back, and because of that various state governments have been actually going back. ഇതിനകത്തൊരു വലിയൊരു റിസോഴ്സ് ക്രഞ്ച് വരുന്നുണ്ട്. ഇതിനകത്ത് കൊടുക്കുന്ന ബഡ്ജറ്ററി സപ്പോർട്ട് കൊടുക്കുന്ന പ്ലാനിങ് has been abandoned now, അല്ലെ? So that ഈ സാധനം കൊണ്ട് വരുന്ന സാധനം ഒരു വലിയ ക്രൈസിസ് ഇതിനകത്ത് വരുന്നുണ്ട്. ഈ ക്രൈസിസിന്റെ ഭാഗമായിട്ട്, because there is no enough support to the social welfare measures in the support, ഇതെല്ലാം support actually there has been a gradual withdrawal and abdication of the state's responsibility towards us. അതിന്ന് വരുന്നൊരു ക്രൈസിസ് ആണ്. So because of that, these things are happening. State in the chamadilla, what we have been saying, there should be a life cycle approach adopted. Kutti janicha modale, even during the prenatal care in the samayatham varna samayatham, when now most of the deliveries take place in hospital, deliveries checkup you can actually disabilities, and you can actually even from your sonography you can actually find out. No, it's very much defects are actually being this thing, but it's a different thing whether you're about or not about that. That's up to the parents. Other reproductive rights parents they should be counseled. So prenatal care, postnatal care, initiation throughout the life, so you have a clear picture before you. Every intervention, early intervention, initiation intervention, it can happen if state support is there. Without state support, it can't be there. These issues should not be left. We are against it. We have been totally against it.
ശരി, ഇപ്പൊ പറഞ്ഞല്ലോ ഒരു പോയിന്റ്, ശരിക്കും അത് ഡിസേബിൾഡ് എന്ന് പറയുന്നത് വലിയൊരു സ്പെക്ട്രാണ്. അതിൽ പലതരം മനുഷ്യരുണ്ട്. ഓട്ടിസം ബാധിച്ച മനുഷ്യരുടെ, ഓട്ടിസം ഉള്ള കുട്ടികളുടെ വിഷയങ്ങളെ കുറിച്ച് പ്രത്യേകം പഠിച്ചിട്ടുണ്ടോ? എന്താണ് അതിനെക്കുറിച്ചുള്ള വിലയിരുത്തല്, അവരുടെ ഒരു ജീവിതാവസ്ഥയെ കുറിച്ച്? ഞാൻ ഓട്ടിസത്തിനെ കുറിച്ച് I'm not expert. I can't claim to be an expert on any disabled person. But autism spectrum disorder എന്നാ പറയുന്നത്. ഓട്ടിസത്തിനെ കുറിച്ച് ഓട്ടിസം ഇറ്റ്സ് എ വൈഡ് സ്പെക്ട്രം അല്ലേ? സ്പെക്ട്രത്തിനകത്ത് പല ആൾക്കാർക്ക് പല സിംറ്റംസും ഉണ്ടാവും, പല മാനിഫെസ്റ്റേഷൻ പല ലെവലും ആവാം. പലതും സിവിയർ ആവാം, പലതും മൈൽഡ് ആവാം, പലതും റെപ്പിറ്റേറ്റീവ് ബിഹേവിയർ മാത്രമായിട്ട് കാണുന്നതാവാം, പലതും കാണാൻ പറ്റും. ഇറ്റ്സ് നോട്ട്, ഇതിനെ പറഞ്ഞു, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഡിസേബിലിറ്റി ഒന്ന് ഹോമോജനസ് അല്ല. ബൈ ഇറ്റ്സെൽഫ് ഇസ് നോട്ട് എ ഹോമോജനസ് ഗ്രൂപ്പ്, ഹെറ്ററോജനസ് ആണ്. പല ഡിസേബിലിറ്റീസ് ഉണ്ട്, നമ്പർ 1. നമ്പർ 2, വിത്തിൻ വൺ ഡിസേബിലിറ്റി ഓൾസോ, ഒരു ഡിസേബിലിറ്റി തന്നെ ഒരുപാട് മാനിഫെസ്റ്റേഷൻസ് കാണാൻ നമുക്ക്. അതിന്റെ തന്നെ ഒരുപാട് സെറിബ്രൽ പാൾസി ആയാലും ഓട്ടിസം ആയാലും വേറെ 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 ഡിസബിലിറ്റി ആയാലും ഡിഗ്രി ഒരു ഡിഫറൻസ് ഉണ്ടാവും. പലതിലും മൈൽഡ് ആയിരിക്കും, പല സിവിയർ ആയിരിക്കും. ഒരു സെറിബ്രൽ പാൾസിയിൽ ആൾക്ക് മേ ബി റിക്വയറിംഗ് എ വീൽ ചെയർ, he may be wheelchair user. Another may not be a wheelchair user, he might be just using crutches. മൂന്നാമത്തെ ഒരാൾക്ക് സ്പീച്ചിന്റെ എൻവയറമെന്റ് ഉണ്ടാവാം. പലതും പല ആൾക്കാർക്ക് ഐ മൂവ്മെന്റിന്റെ പ്രശ്നം ഉണ്ടാവും. there can be various within one disability. ഒരു ഡിസബിലിറ്റിക്കകത്ത് തന്നെ പല ഡിസബിലിറ്റി, പല മാനിഫെസ്റ്റേഷൻ കാണാം, പല ഇതും കാണാം. സോ എവറിത്തിങ് ഈസ് നോട്ട് യൂണിവേഴ്സൽ, ഇറ്റ്സ് നോട്ട് ഹോമോജനസ് പറഞ്ഞ പോലെ തന്നെ. ഓട്ടിസം അതുപോലെ തന്നെ ഓട്ടിസം ഈസ് ഓൾസോ എ സ്പെക്ട്രം. അതിലും പലതും പലതരത്തിൽ കാണുന്നതാണ്. ഇപ്പൊ NGO-കളെ കുറിച്ച് നമ്മൾ സംസാരിച്ചു. NGO-കൾക്ക് വിട്ടുകൊടുക്കേണ്ടവരല്ല കുട്ടികൾ, ഇവർ സ്റ്റേറ്റിന്റെ പൊതു സ്വത്താണ്. പക്ഷെ ഇപ്പൊ നമ്മൾ കാണുന്നത് ഏറ്റവും കൂടുതൽ NGO-കളും സ്വകാര്യ സ്ഥാപനങ്ങളുമാണ് വിദ്യാഭ്യാസം ആണെങ്കിലും പുനരധിവാസം ആണെങ്കിലും എല്ലാം ചെയ്യുന്നത്. അതെ, പിന്നെ ഈ മാറി വരുന്ന ഒരു കാലഘട്ടത്തിൽ ചാരിറ്റിക്ക് വേണ്ടി ഇവരെ വലിയ തോതിൽ ഉപയോഗിക്കുന്ന ഒരു സാഹചര്യം കാണുന്നുണ്ട്. അവരുടെ ഫോട്ടോകൾ ഉപയോഗിക്കുന്ന, അവരുടെ വീഡിയോകൾ ഉപയോഗിക്കുന്ന, അതിന് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ആയിട്ട് സങ്കടമുള്ള മ്യൂസിക് ഇട്ട് പ്രചരിപ്പിക്കുന്നത്, പണം പിരിക്കുന്നത്, ഇത്തരം കാര്യങ്ങൾ എങ്ങനെയാണ് കാണുന്നത്? ഇതെല്ലാം തെറ്റാണ്, ഇത് കാണാൻ പാടില്ല. വൺ ഈസ് ഒരു കൺസെന്റ് എന്നൊരു സാധനം ഇവിടെ. നിങ്ങളുടെ ഫോട്ടോ ഉപയോഗിക്കുന്നോ നിങ്ങളുടെ വീഡിയോ ഉപയോഗിക്കുന്നോ ഹാവ് ദേ ടേക്കൻ യുവർ പ്രയർ കൺസെന്റ്. ഞങ്ങള് വി ഓൾസോ മൊബിലൈസ് ഫണ്ട്സ്. ഫണ്ടിലാണ് ചെയ്യുന്നത്, ബട്ട് വി മൊബിലൈസ് സ്മോൾ ഫണ്ട്സ് ആയിട്ട്. നമ്മൾ ആൾക്കാരുടെ ചെറിയ ചെറിയ തുകയാണ് നമ്മൾ ആൾക്കാരെ മേടിക്കുന്നത്. വാട്ട് എവർ ദാറ്റ്സ് എ ഡിഫറെന്റ് തിങ്. ബട്ട് വി ഡോണ്ട് യൂസ് anybody's photographs or this thing to ഞങ്ങൾ we go with our ഞങ്ങളുടെ കൊണ്ടുപോകുന്നു, ഞങ്ങളുടെ കടലാസം പോകുന്നു, ഞങ്ങളുടെ മാനിഫെസ്റ്റോ, അങ്ങനെ പല സാധനമായിട്ട് നമ്മൾ പിരിക്കാൻ പോകുന്നുണ്ട്. ബട്ട് ജനറൽ പബ്ലിക്കിനെ പിരിക്കുന്ന കാരണം. ബട്ട് ഇഫ് യു ആർ ഡൂയിങ് ദിസ്, നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഐ എം നോട്ട് സെയിങ് ദാറ്റ് യു കനോട്ട്, you should not be using photograph, but photographs that use consent. If there is consent from somebody, you can use, but generally you should try to avoid. ബിക്കോസ് യു ആർ ജനറേറ്റ് ചെയ്യുന്നത്, ഞാൻ അത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ചാരിറ്റി മോഡലിലാണ് നിങ്ങൾ കാണുന്നത് തന്നെ. യു ആർ യൂസിങ് ദിസ് ഫോട്ടോഗ്രാഫ്സ് ടു ഇവോക്ക് സിമ്പത്തി. വാട്ട് വി നോട്ട്, ഞങ്ങൾ ഈ വി ആർ നോട്ട് ആസ്കിംഗ് സിമ്പത്തി. വി ആർ എ റൈറ്റ് ബേസ്ഡ് ഓർഗനൈസേഷൻ. ഞങ്ങൾ സംസാരിക്കുമ്പോൾ വി ഡോണ്ട് ആസ്ക് ഫോർ സിമ്പത്തി, വി ആസ്ക് ഫോർ എംപത്തി. യു എംപത്തൈസ് വിത്ത് ദ കോസ്, യു എംപത്തൈസ് വിത്ത് വാട്ട് ദേ വാണ്ട്. So our empathy നമ്മൾ പറയുമ്പോൾ we don't use photographs, and we are not actually, we are against usage of such photographs to generate money, to generate income, to നിങ്ങളുടെ സ്ഥാപനങ്ങൾ നടത്താൻ വേണ്ടി ഇങ്ങനെ പണം പിരിക്കുന്ന ഒരു സാധനത്തിനെ കുറിച്ച് ഞങ്ങൾ we are totally against it. കൺസെന്റ് എന്ന് പറയുമ്പോഴും എങ്ങനെയാണ്, ആരുടെ കൺസെന്റ് ആണ്? ഇപ്പൊ മാതാപിതാക്കൾക്ക് ഇത്തരം കുഞ്ഞുങ്ങളെ കൺസെന്റോട് കൂടി ഏതെങ്കിലും സ്ഥാപനങ്ങൾക്ക് ഇങ്ങനെ പണം പിരിക്കാൻ വിട്ടുകൊടുക്കാൻ പാരന്റ്സിന് അവകാശമുണ്ടോ? കുട്ടികൾ സ്വന്തമായിട്ട് ഇതിലൊരു കൺസെന്റോ അനുവാദമോ ഒന്നും പറയുന്നില്ലല്ലോ. അപ്പൊ പാരന്റ്സിന് അങ്ങനെ ചെയ്യാൻ പറ്റുമോ? നിയമത്തിൽ എന്താ പറയുന്നത്? നിയമത്തിൽ ഫോട്ടോഗ്രാഫ്സിനെ കുറിച്ച് പ്രത്യേകം പറഞ്ഞു. ഗാർഡിയൻഷിപ്പ് എന്നുള്ള സാധനം, ഗാർഡിയൻഷിപ്പിനെ കുറിച്ച് നിയമത്തിനകത്തുണ്ട്. നാഷണൽ ട്രസ്റ്റ് ആക്ടിനകത്തും ഗാർഡിയൻഷിപ്പിനെ കുറിച്ച് പറയുന്നുണ്ട്. RPWD ആക്ടിലും ഗാർഡിയൻഷിപ്പിനെ കൊണ്ട് പറയുന്നുണ്ട്. ഗാർഡിയൻ ഹാസ് ചില അയാൾക്ക് അധികാരമുണ്ട്. ഗാർഡിയന് പല അധികാരങ്ങൾ ഗാർഡിയൻഷിപ്പിന് ഒരു ഗാർഡിയന് കൊടുക്കുന്നുണ്ട്. ആ ഗാർഡിയൻഷിപ്പിന്റെ ഇതിനകത്ത് യു ക്യാൻ ഗീവ് സച്ച് കൺസെന്റ് പലതും.
അപ്പോൾ ഒരു പാരന്റിന് ഇതുപോലെ NGO-കൾക്ക് അങ്ങനെ അങ്ങനെയൊന്നും പറ്റില്ല അല്ലെ? ശരിക്കും ആരെങ്കിലും ചോദ്യം ചെയ്യുകയാണെങ്കിൽ അതിൽ പ്രശ്നമുണ്ട്. തീർച്ചയായിട്ടും. ഇവരുടെ തൊഴിൽ എങ്ങനെയാണ്? എവിടെയാണ് ചെയ്യാൻ പറ്റുന്നത്? ഇവർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു തൊഴിൽ മേഖല ഇന്ത്യയിൽ എവിടെയൊക്കെയുണ്ട്? കേരളത്തിൽ പ്രത്യേകിച്ച് എങ്ങനെയുണ്ട്? തൊഴിലുറപ്പ് പദ്ധതി പോലെയൊക്കെയുള്ള ഇതിലൊക്കെ ഉൾപ്പെടുത്താൻ പറ്റുന്നതാണോ? തീർച്ചയായിട്ടും മൻരേഗയില് സ്പെസിഫിക് പ്രൊവിഷൻസ് ഉണ്ട് വാസ്തവത്തിൽ. അത് ഒരു ലീസ്റ്റ് വാസ്തവത്തില് മൻരേഗയില് കൺസെഷൻസ് ഉണ്ട്. ചില പല സ്റ്റേറ്റ്സിന് അധികാരമുണ്ട്. ആക്ച്വലി ആ റൂൾസിൽ ഭേദഗതി വരുത്തിയിട്ട് അവർക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. പല സ്റ്റേറ്റുകളിലും ചെയ്യുന്നുണ്ട്. ആന്ധ്ര ഒരു നല്ലൊരു ഉദാഹരണമാണ് ഇതിനകത്ത്. ആന്ധ്രാപ്രദേശ്, യുണൈറ്റഡ് ആന്ധ്രാപ്രദേശ്, അതിനുശേഷം തെലങ്കാന, ആന്ധ്രയിലും ഇപ്പോഴും ഒരുപാട് ആൾക്കാർക്ക്, തമിഴ്നാട്ടിൽ ഒരുപാട് ആൾക്കാർക്ക് റൂറൽ ഏരിയാസിൽ മൻരേഗയിൽ കീഴെ ജോലി കിട്ടുന്നുണ്ട്. ഇതിനകത്ത് അവർക്ക് സാധാരണ നോൺ ഡിസേബിൾഡ് ആൾക്ക് കിട്ടുന്ന അത്രയും ജോലി ചെയ്യേണ്ട ആവശ്യമില്ല. ഒന്ന് സ്പെസിഫൈ ആയിട്ട് പല മേറ്റിന്റെ ജോലിയുണ്ട്. ആ ജോലി പ്രത്യേക പല സ്ഥലത്തും ഡിസേബിൾഡ് ആൾക്കാർക്ക് മാത്രം കൊടുക്കും. വെള്ളം കൊടുക്കുന്ന പല ഇതുണ്ട്. പീപ്പിൾ നീഡ് ടു ഗിവ് വാട്ടർ ആൻഡ് സപ്ലൈ. അതിനകത്ത് പല ഡിസേബിൾഡ് ആൾക്കാരുണ്ട്. പിന്നെ പല എംപ്ലോയ്മെന്റ് 50% ജോലി ചെയ്താൽ വേണ്ടിയുള്ള സാധനം പല സ്ഥലത്തുണ്ട്. തമിഴ്നാട്ടില് 4 മണിക്കൂർ ജോലി ചെയ്താൽ എന്നുള്ളൊരു ഇതുണ്ട്. അപ്പൊ അവർ അറ്റൻഡൻസ് മാർക്ക് ചെയ്യുന്നത് എല്ലാം മാർക്ക് ചെയ്യുന്നത് പ്രത്യേകിച്ച് അതിന്റെ റോസ്റ്ററും ഇതെല്ലാം വേറെയാണ്. സോ മൻരേഗയിനകത്ത് തന്നെ പല സ്റ്റേറ്റ്സിലും പലതും there are provisions അതിനനുസരിച്ച് പണി ചെയ്യാൻ പറ്റുന്നതാണ്. ദിസ് ഈസ് വൺ. സെക്കൻഡ്, അവർക്ക് ജോലി എന്ന് പറയുമ്പോൾ ഇറ്റ് ഓൾ ഡിപ്പെൻഡ്സ്. ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇത് ഒരു ഹോമോജനസ് അല്ല, ഹെട്രോജനസ് ആണ്. പല ആൾക്കാരുടെയും കേപ്പബിലിറ്റി, കപ്പാസിറ്റിയും എല്ലാം വേറെ വേറെയാണ്. യു കാൻ പുട്ട് എവരിബഡി ടുഗദർ ഇൻ വൺ ബാസ്കറ്റ് ഓൺ സീ. എവരിബഡി ഈച്ച് ഹാസ് എ ഡിഫറെന്റ് കപ്പാസിറ്റി. ആ കപ്പാസിറ്റിക്ക് അനുസരിച്ച ജോലിയും അവരുടെ കേപ്പബിലിറ്റിക്ക് അനുസരിച്ച ജോലി കൊടുക്കണം എന്നുള്ളതാണ്. നമ്മള് പല സെക്ടർ ഇപ്പോ NGO ചെയ്യുന്ന പല സാധനങ്ങൾ, ഇലക്ട്രിസിറ്റി പല ചെയ്യുന്നത്, പേപ്പറിന്റെ പല സാധനം മാനുഫാക്ചർ ചെയ്യുന്നുണ്ട്, ഫയൽസ് മാനുഫാക്ചർ ചെയ്യുന്നുണ്ട്, പല ഹാൻഡിക്രാഫ്റ്റ്സ് ആയിട്ട് മാനുഫാക്ചർ ചെയ്യുന്നുണ്ട്, പെയിന്റിങ്സ് ചെയ്യുന്നുണ്ട്. ഇങ്ങനെ പല ഡൂയിങ് സംതിങ് ലൈക്ക് ദാറ്റ്. ബട്ട് ദേ ക്യാൻ ബി എംപ്ലോയ്ഡ് വിത്ത് ഇൻഡസ്ട്രീസ് ഓൾസോ. ഇപ്പൊ സ്കിൽ ഡെവലപ്മെന്റ് നോട്ട് ആസ് എ ഗവൺമെന്റ്, അല്ലാണ്ട് തന്നെ സ്കിൽ ഇപ്പോ ബ്ലൈൻഡായ ആൾക്കാരൊക്കെ നമ്മുടെ ഈ നിയമം തന്നെ it talks about providing reasonable accommodation. What does reasonable accommodation say? It assistive devices provide ചെയ്യണം. A blind person is എവിടെയും റിക്രൂട്ട് ചെയ്തു ഗവൺമെന്റ് എസ്റ്റാബ്ലിഷ്മെന്റ്. Whether you can provide him software. ഇപ്പം മിക്കതും വർക്ക് ഇപ്പൊ കമ്പ്യൂട്ടറിലാണ് നടക്കുന്നത് ഓഫീസിലെല്ലാം. So you have to give him appropriate software. That is a reasonable accommodation that can be provided. A person with car illatta oralana, he should be provided a wheelchair within the premises, a motorized wheelchair to move within the premises during office hours, പിന്നെ lift in the provision. These are all reasonable accommodations that need to be provided. So ഈ accommodations provide ചെയ്യുകയാണെങ്കിൽ തന്നെ you can see not only participation in the employment, but also participation in various other things in society as a whole. Avരുടെ increased participation കാണാൻ കഴിയും. ഈ പാർട്ടിസിപ്പേഷൻ പ്രൊവൈഡ് ചെയ്യുമ്പോൾ ദാറ്റ്സ് വാട്ട് എംപ്ലോയ്മെന്റ് 4% റിസർവേഷൻ നമ്മുടെ ഗവൺമെന്റ് സ്ഥാപനങ്ങൾ കൊടുക്കുന്നുണ്ട്. ഈ റിക്രൂട്ട് ചെയ്ത് വരുന്ന ആൾക്കാർക്കും പല അക്കോമഡേഷനും പല സ്ഥലത്തും കൊടുക്കേണ്ടി വരും. ആ അക്കോമഡേഷൻ കൊടുത്തു കഴിഞ്ഞാൽ ദേ ക്യാൻ ബി ഫുള്ളി അബ്സോർബ്ഡ് ഇൻ ദ മാർക്കറ്റ്. ഇപ്പൊ ട്രെയിനിങ് കൊടുത്തതിന് ശേഷം പല ചാരിറ്റബിൾ ഇൻസ്റ്റിറ്റ്യൂഷൻ പല ആൾക്കാരും പല ട്രെയിനിങ് ഇതെല്ലാം നടത്തുന്നുണ്ട്. ആ ട്രെയിനിങ്ങിന്റെ ഭാഗമായിട്ട് പല ആൾക്കാർക്കും പലതും they are all being equipped and absorbed in the labor market, even within the private sector. പല പ്രൈവറ്റ് സെക്ടർ, ബട്ട് ദാറ്റ്സ് മൈന്യൂസ്കൂൾ സെക്ഷൻ, ഒരു ചെറിയ സെക്ഷനെ അബ്സോർവ് ചെയ്യാൻ പറ്റുന്നു. ബട്ട് മെയിൻ ചാലഞ്ച് വരുന്നത് പീപ്പിൾ വിത്ത് ഇന്റലക്ച്വൽ ഡിസബിലിറ്റീസ് ആൻഡ് ഡെവലപ്മെന്റ് ഡിസോർഡേഴ്സ് അവർക്കാണ്. പക്ഷെ ദേ ഓൾസോ ക്യാൻ ബി ഒബ്സർവ് ഇൻ ദ മാർക്കറ്റ്. ഞാൻ പറഞ്ഞ പോലെ ഈ ഇൻഡിവിജ്വൽ ടാലന്റ് നോക്കണം, ആസ് എ community, special, not special, but different this thing, like people with autism. And autism പലതും ഉണ്ടല്ലോ, ബ്ലൈൻഡ്നെസ്, ലോ വിഷൻ, ഇങ്ങനെ പല ആൾക്കാർ പലതും ഉണ്ടല്ലോ. അതുപോലെ തന്നെ ഇതിനകത്തും they can be depending on the capability and this thing that it can be done.
we also need to realize that unemployment is a huge problem. It's not just the disabled persons. So whenever you're talking about one issue, we can't just ignore the total reality that is exists in the country. Youth unemployed. അതെ, സമൂഹം നേരിടുന്ന എല്ലാ പ്രശ്നങ്ങളും ഇവരും അനുഭവിക്കുന്നുണ്ട്. അതിൽ അവരുടെ കൂടുതലായിട്ട് ഡിസേബിൾഡ് ആർ നോട്ട് ഈ സൊസൈറ്റിയുടെ ഭാഗം തന്നെയാണല്ലോ. വാട്ട് എവർ ഇസ് ഹാപ്പനിങ് സൊസൈറ്റിയിൽ എന്തെല്ലാം നടക്കുന്നുണ്ട്, എന്തെല്ലാം വരുന്നത്, അത് ഞങ്ങളെയും ബാധിക്കുന്നുണ്ട്. മേ ബി ഡിഗ്രി വിൽ ഡിഫർ, manifestation will differ, the impact will differ, but we are also impacted by this. ഇപ്പൊ കോർപ്പറേറ്റ് കമ്പനികൾക്കൊക്കെ CSR ഫണ്ടിങ് ഉണ്ട്. അവരത് പലപ്പോഴും ഇത്തരം NGO-കൾക്കൊക്കെ കൊടുത്തിട്ട് പണി ഒഴിവാക്കുക ചെയ്യുന്നത്. ഈ കോർപ്പറേറ്റ് കമ്പനികളിലൊക്കെ എപ്പോഴെങ്കിലും ഇവരെയൊക്കെ ജോലിക്ക് വെക്കുന്നതിനെ കുറിച്ച് എന്തെങ്കിലും ഇടപെടൽ സംഘടനാ തലത്തിൽ അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റിയിട്ടുണ്ടോ? അങ്ങനെ ഒരു ചർച്ചയോ എന്തെങ്കിലും? ഈ ചെയ്യുന്നുണ്ട് പല സ്ഥലത്ത്. IBM റിക്രൂട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ അങ്ങനെ പല പല എലമെന്ററി റിക്രൂട്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെ പല കമ്പനികളിലും റിക്രൂട്ട് ചെയ്യുന്നുണ്ട്. നോട്ട് ആസ് CSRന്റെ ഭാഗമായിട്ടില്ല, പലല്ലാണ്ട് റിക്രൂട്ട് ചെയ്യുന്നുണ്ട്. ബട്ട് അതൊക്കെ ഒരു ചെറിയൊരു ശതമാനമേ ഉള്ളൂ. മേജർ തിങ് ഇസ് ആക്ച്വലി മാനുഫാക്ചറിങ് സെക്ടർ. മാനുഫാക്ചറിങ് സെക്ടറിൽ നമ്മൾ കൊടുക്കുന്നുണ്ടോ ഇല്ലയോ, അൺഓർഗനൈസ് സെക്ടറിൽ നമ്മൾ കൊടുക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് സാർ. ഈ 4% റിസർവേഷൻ വരുന്നതും is only limited to the government sector. അല്ലെ? ഈ ഗവൺമെന്റ് സെക്ടറിൽ തന്നെ ഇപ്പൊ പലതും ആക്ച്വലി ഔട്ട്സോഴ്സ് ചെയ്യുന്നുണ്ട്, പ്രൈവറ്റൈസ് ചെയ്യുന്നുണ്ട്. ഇതിലൊന്നും കോൺട്രാക്ട് ബേസിസ് നിങ്ങളുടെ എംപ്ലോയ്മെന്റ് കൊടുക്കുന്നുണ്ട്. ഇതിനകത്തൊന്നും യു ആർ നോട്ട് അക്കോമഡേറ്റിംഗ് ഡിസേബിൾഡ് പീപ്പിൾ. അല്ലെ? ഏത് എംപ്ലോയ്മെന്റ് വന്നാലും കോൺട്രാക്ട് ആയാലും ഇതിനകത്ത് നിയമം 4% റിസർവേഷൻ മാത്രമേ പറയുന്നുള്ളൂ. ബട്ട് കോൺട്രാക്ടിനും ഈ ഔട്ട്സോഴ്സിങ്ങിനും ഇതിനൊന്നും ബാധകമല്ല. It's not actually this. That is one thing. Second thing is the private sector na badavalla. Private sector ആണ് largest employer of the private sector. അല്ലേ? ഏറ്റവും കൂടുതൽ പ്രൈവറ്റ് സെക്ടറിൽ unless there is reservation in the private sector, ഇതിനകത്ത് നമുക്കൊരു ഇത് കാണാൻ പറ്റില്ല. ഇപ്പൊ നമ്മൾ കേരളത്തിന്റെ ഒരു സാഹചര്യത്തിൽ ചോദിക്കുന്നതുകൊണ്ട് ഞാനൊരു അവസാന ചോദ്യമായിട്ട് അത് ചോദിക്കാം. ഇപ്പം ഗോപിനാഥ് മുതുകാടിന്റെ ഡിഫറെന്റ് ആർട്സ് സെന്ററിൽ നടക്കുന്ന കാര്യങ്ങളെ കുറിച്ച് എന്തെങ്കിലും അവെയർ ആണോ? കേരള സർക്കാർ കൊടുക്കുന്ന ആശ്വാസകിരണം പെൻഷൻ, ശ്രീമതി ടീച്ചർ മന്ത്രിയായപ്പോൾ തുടങ്ങിയതാണ്, 600 രൂപ. അത് പല മന്ത്രിസഭകൾ മാറി വന്നെങ്കിൽ ആ പെൻഷൻ കൂട്ടിയില്ല. ഇപ്പൊ 2 വർഷമായിട്ട് അത് പെൻഡിങ് ആണ്. അപ്പൊ കേരളത്തിലെ ഒരു സാഹചര്യങ്ങളെ കുറിച്ച് എന്തെങ്കിലും ഇത്തരം കാര്യങ്ങളെ കുറിച്ച് അവെയർ ആണോ? എന്തെങ്കിലും കമന്റ് ചെയ്യാൻ? രണ്ട് കാര്യം. ഒന്ന് ഞങ്ങള് I am more aware of national issues than state specific issues. It's not just കേരളത്തിനെ കുറിച്ച് മാത്രം, കേരളത്തിന് പുറത്താണ്. അതുകൊണ്ട് I am not too much aware of what is happening. കേരളത്തിന് ഒരുപാട്, പക്ഷെ ഈ പെൻഷൻ ടീച്ചറുടെ സമയത്ത് തുടങ്ങിയൊരു സാധനമാണ്. ആ പെൻഷൻ എന്തുകൊണ്ടാണ് കൊടുക്കാത്തത് I don't know, but ജനറലി പക്ഷെ ഒരു കാര്യത്തിന് ആലോചിക്കുന്നുണ്ട്. ഈ കെയർ ഗിവർ അലവൻസ്, കെയർ ഗിവർ അലവൻസ്, കെയർ ഗിവർ അലവൻസ് കേരളത്തിന് മാത്രമേ കൊടുക്കുന്നുള്ളൂ. അമൗണ്ട് ചെറുതാണോ വലുതാണോ, വെദർ ഇറ്റ് ഇസ് പെൻഡിങ് ആണോ, ദാറ്റ്സ് എ ഡിഫറെന്റ് ഇഷ്യൂ. കേരളത്തിൽ മാത്രമേ ഈ സാധനം കൊടുക്കുന്നുള്ളത് കാര്യം നമ്മൾ അണ്ടർലൈൻ ചെയ്യണം. പെൻഡിങ് whatever it is, I don't know the reason, but I personally I feel that this should not be kept pending for whatever reason. കേരളം എത്രത്തോളം ഡിസേബിൾ ഫ്രണ്ട്ലി ആണ് അപ്പോ മറ്റ് സ്റ്റേറ്റുകളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ തോന്നിയിട്ടില്ല? ഇപ്പൊ ആന്ധ്രയില് എന്ന് പറഞ്ഞ പോലെ നമ്മള് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഹോമോജിനസ് ആണ്, ഹോമോജിനസ് അല്ല ഹെട്രോജിനസ് ആണെന്ന് പറയുമ്പോൾ ഡിസേബിലിറ്റി നിങ്ങൾ എക്സ്പീരിയൻസ് ഓഫ് ഡിസേബിലിറ്റി ഓൾസോ ഡിപെൻഡ്സ് ഓൺ വേർ യു ആർ പ്ലേസ്ഡ് ഇൻ സൊസൈറ്റി. നിങ്ങൾ ക്ലാസ് ഡിറ്റർമിൻ ചെയ്യുന്നു നിങ്ങൾ എത്രത്തോളം എക്സ്പീരിയൻസ് ഡിസബിലിറ്റി അനുഭവിക്കുന്നു. നിങ്ങളുടെ ജെൻഡർ ഡിറ്റർമിൻ ചെയ്യും നിങ്ങൾ എത്രത്തോളം ഡിസബിലിറ്റി അനുഭവിക്കുന്നു. നിങ്ങളുടെ കാസ്റ്റ് ഡിറ്റർമിൻ ചെയ്യും എത്രത്തോളം ഡിസബിലിറ്റി. ഇറ്റ്സ് ഓൾ വേരീസ്. വേർ യു ആർ പ്ലേസ്ഡ് ഇൻ സൊസൈറ്റി ഇറ്റ് ഡിറ്റർമിൻസ് യുവർ എക്സ്പീരിയൻസ് ഡിസബിലിറ്റി. ഐ ജസ്റ്റ് ഗിവ് യു ഒരു ചെറിയ എക്സാമ്പിൾ ഞാൻ പറയാം. എൻ്റെ ഒരു സുഹൃത്തുണ്ട്, ആക്ച്വലി എൻ്റെ ഒരു സുഹൃത്ത് നമ്മുടെ പണ്ട് പരിചയപ്പെട്ട ഡിസബിലിറ്റിയിലെ മേഖലയിൽ വർക്ക് ചെയ്തതിനു ശേഷം പരിചയപ്പെട്ട ഒരു സുഹൃത്താണ്. അയാള് he comes from an industrialist family. അവന്റെ അച്ഛൻ ഒരു ഇൻഡസ്ട്രിയലിസ്റ്റ് ആണ്. നോട്ട് ബിഗ് ഇൻഡസ്ട്രി, ഇൻഡസ്ട്രിയലിസ്റ്റ്.
ഇയാളുടെ ഫാദർ പേരൻസ് കൂടെ അല്ല താമസിക്കുന്നത്. അയാളുടെ പേരൻസും അനിയനും താമസിക്കുന്ന 3 കിലോമീറ്റർ അകലെയാണ് താമസിക്കുന്നത്. ജസ്റ്റ് 3 kilometers away. But he's staying away from his parents. They were good setup. He's well entrenched. But he's staying away from them because he wants to stay independent. Staying independently, he's just staying independent of his parents and his family. He's not independent. By that, all of us are not independent. In one sense, we are dependent on various things and various people. That's very issue. ഇയാള് എന്റെ ഓഫീസിലേക്ക് നമ്മുടെ ഓഫീസിലേക്ക് ആദ്യം വരുമ്പോ ഇയാളെടുത്തൊരു വലിയ ഒരു വാനിലാണ്, മെറ്റ്സുബിഷി ഒരു വാനിലാണ് വരുന്നത്. ഈ വാനിനകത്ത് ഡ്രൈവർ, ഇയാളുടെ സെപ്പറേറ്റ് ഡ്രൈവർ, ഈ വാനിനകത്ത് വാൻ വന്ന് ആദ്യം ഇറങ്ങുമ്പോൾ ബാക്കിലത്തെ ഡോർ ഇങ്ങനെ തുറക്കുന്നു. അതിന് തുറന്നതിന് ശേഷം ഒരു ഹൈഡ്രോളിക് ലിഫ്റ്റ് ഉണ്ട്. ആ ലിഫ്റ്റിലേക്ക് ഇയാളുടെ വണ്ടി പോകുന്നു. ആ ഹൈഡ്രോളിക് ലിഫ്റ്റ് ഇങ്ങനെ താഴെ വരുന്നു. അതിനകത്ത് ഇയാളെ മോട്ടറൈസ്ഡ് വീൽ ചെയർ വെച്ച് ഇയാള് എന്റെ റൂമിലേക്ക് വരുന്നു. സോ ഹി ഹാസ് ഗോട്ട് വൺ അസിസ്റ്റന്റ് സിറ്റിംഗ് ബിസൈഡ് ഹിം. അവിടെ അതിനകത്തുണ്ട് ഒരു ഡ്രൈവർ ഇവിടെ ഉണ്ട്. ഇയാൾ ഒരു ദിവസം വീട്ടിലേക്ക് ഭക്ഷണം കഴിക്കാൻ വിളിച്ചു. ഭക്ഷണം കഴിച്ച വീട്ടിൽ വേറെ 2 സെർവന്റ് ഉണ്ട്. സോ ദർ ആർ ടോട്ടൽ 4 people working with him. Out of which 2 are working 24. And by batches there are people all the time with him. So അയാളുടെ ഡിസബിലിറ്റി എക്സ്പീരിയൻസും ഗ്രാമത്തിൽ വരുന്ന ഒരാളുടെ എക്സ്പീരിയൻസും വേറെയാണ്. അയാളുടെ ഡിസബിലിറ്റി എക്സ്പീരിയൻസും ഒരു പാവപ്പെട്ട കുടുംബത്തിൽ നിന്ന് വരുന്ന ഡിസബിലിറ്റി എക്സ്പീരിയൻസും വേറെയാണ്. അയാൾക്ക് ഒരു പാവപ്പെട്ട കുടുംബത്തിൽ നിന്ന് വരുന്ന ഒരാൾക്ക് ഒരു ഓർഡിനറി വീൽ ചെയർ കിട്ടാൻ പോലും ബുദ്ധിമുട്ടാണ്. അയാൾക്ക് ഈ ബസ് സ്റ്റോപ്പിൽ എത്താൻ വേണ്ട സംവിധാനം ഇല്ല. പല ബാരിയേഴ്സും ക്രോസ് ചെയ്താണ് വരുന്നത്. ഒരു ഹില്ലി ഏരിയയിലെ ടെറൈനിൽ ജനിച്ച കുട്ടിയും ഒരു പ്ലെയിൻ ഏരിയയിലെ ടെറൈൻ ജനിച്ചൊരു കുട്ടിയും അവര് 2 പേർക്ക് ഡിസേബിലിറ്റി എക്സ്പീരിയൻസ് എന്ന് പറയുന്ന സാധനം ചില ആൾക്കാർക്ക് ഇറ്റ് ഓൾ ഡിപ്പെൻഡ്സ്. എക്കണോമിക് സ്റ്റാറ്റസ്, സോഷ്യൽ സ്റ്റാറ്റസ്, വേർ യു ആർ പ്ലേസ്ഡ്, ഇതെല്ലാം ഒരുപാട് സാധനങ്ങൾ വരുന്നതാണ്. ആ എക്സ്പീരിയൻസ് വെച്ച് നോക്കിയാൽ നമുക്ക് ഡിസേബിലിറ്റിനെ കുറിച്ച് സംസാരിക്കാൻ പറ്റും. സോ കേരളത്തിലെ എക്സ്പീരിയൻസ് വേറെയാണ്. സോ വി കാൺ സേ ജനറലൊക്കെ പറയും കേരള ഇപ്പോൾ പ്രത്യേകിച്ച് ഈ സർക്കാർ, ഈ LDF പുതിയ സർക്കാർ വന്നതിന് ശേഷം ബാരിയർ ഫ്രീ കേരള എന്നുള്ള ഒരു സാധനം ഇതാക്കി ഇതുകൊണ്ട്. സോ ദാറ്റ് ബാരിയർ ഫ്രീ കേരള ഇസ് എ യുണീക് കോൺസെപ്റ്റ്. ആ കോൺസെപ്റ്റ് ആക്സസിബിൾ ഇന്ത്യ ക്യാമ്പയിൻ കേന്ദ്രത്തെ തുടങ്ങിയെങ്കിലും അത് നാഷണൽ ലെവൽ അത് വലിയൊരു പബ്ലിസിറ്റി പോലത്തെ ഒരു സാധനമാണ്. ബട്ട് അലൊക്കേഷൻസ്, അതിന് വേണ്ടിയിട്ടുള്ള അലൊക്കേഷൻസ് ബഡ്ജറ്റിൽ കൊടുക്കുന്നില്ല. കേരള ബാരിയർ ഫ്രീ സൊസൈറ്റി കേരള എന്ന് പറയുമ്പോൾ it has been within the constraint of the states. അത് എന്തെല്ലാം ചെയ്യാൻ പറ്റും അത് ചെയ്യുന്നതാണ് ഒരു വിശ്വാസം. താങ്ക് യു സാർ. ഭയങ്കര ഇൻഫർമേറ്റീവ് ആയിരുന്നു സാറ്. ഇത്രയും സമയമൊക്കെ ചെലവഴിച്ചതിലൊക്കെ വലിയ നന്ദി. പാരന്റ്സിനോട് എന്തെങ്കിലും പറയാനുണ്ടോ? എങ്ങനെയാണ് അവരിപ്പോ ഭയങ്കര ഡെസ്പറേറ്റ് ആയിരിക്കുന്ന പാരന്റ്സ് ഒക്കെ ആണെങ്കിൽ അവരുടെ അടുത്ത് എന്തെങ്കിലും ഒരു ഉപദേശമോ സജഷനോ എന്തെങ്കിലും ഒരു കൺക്ലൂഷൻ എന്നുള്ള നിലയിൽ? ഒന്നാമത്തെ ആദ്യത്തെ കാര്യം നമ്മൾ അറിയണില്ല. നിങ്ങൾ തുടങ്ങിയത് നിയമത്തിൽ നിന്നാണോ? നിയമത്തിനെ കുറിച്ച് അറിവാണ് ഏറ്റവും വലിയ ആയുധം, വെപ്പൻ. നമ്മൾ നിയമത്തിനെ കുറിച്ച് അറിവ് എല്ലാവരും ചെയ്യും. ഞങ്ങൾ ഫ്രം അവർ ഓർഗനൈസേഷൻ ഓൾസോ നമ്മൾ ആദ്യം ചെയ്യുന്ന വെച്ചാൽ ഇപ്പോ അവയർനെസിന്റെ ഭാഗമായിട്ട് നമ്മൾ ആദ്യം ചെയ്യുന്നത് ഈ നിയമം RPWD Act പഠിപ്പിക്കുക എന്നല്ല. RPWD Actഉം അതിന്റെ പ്രൊവിഷൻസും അതുകൊണ്ട് വേറെ പല നിയമങ്ങളെ കുറിച്ചും പഠിപ്പിക്കുക എന്നതാണ്. ഈ ആക്ടിന്റെ പ്രൊവിഷൻ, ദിസ് ആക്ട് ഇറ്റ്സെൽഫ് ഈസ് എ ഹ്യൂജ് വെപ്പൺ ഫോർ us. ഈ ആക്ടിനകത്ത് ഒരുപാട് കാര്യം ഞാൻ ഫെരിഫെറിയായിട്ട് പല 1-2 കാര്യങ്ങൾ പറഞ്ഞു പോയെന്നല്ലാണ്ട് ഇതിനകത്ത് ഒരുപാട് റൈറ്റ്സും എൻടൈറ്റിൽമെന്റ്സിനെ കുറിച്ച് പറയുന്നുണ്ട്. ഈ സാധനം ഉപയോഗിച്ച് ഇതിനകത്ത് ഇംപ്ലിമെന്റ് ചെയ്യാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. ഏത് സ്റ്റേറ്റിൽ പോയാലും, കേരള ഇസ് നോ എക്സെപ്ഷൻ ടു ദാറ്റ്, ഏത് സ്റ്റേറ്റിൽ പോയിട്ട് ഇംപ്ലിമെന്റ് ചെയ്യാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. ഈ ഇംപ്ലിമെന്റ് ചെയ്യാൻ ഈ കാര്യങ്ങളെല്ലാം നമ്മൾ എഡ്യൂക്കേഷൻ ഇസ് ദ ബെസ്റ്റ് തിങ് ദാറ്റ് വി ഹാവ്. ഇഫ് വി ഗെറ്റ് എഡ്യൂക്കേറ്റഡ് വി ക്യാൻ എഡ്യൂക്കേറ്റ് അതേഴ്സ്. അതിന്റെ അടിസ്ഥാനത്തിൽ വി ക്യാൻ എഡ്യൂക്കേറ്റ് ആൻഡ് അജിറ്റേറ്റ്. ആ അജിറ്റേറ്റിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് കിട്ടാൻ മതി. ഈ വാട്ട് എവർ വി ആർ ഗെയിൻ ടുഡേ, നമുക്ക് ഈ കിട്ടുന്ന നിയമങ്ങളും എല്ലാം ഇറ്റ് ഹാസ് ബിക്കോസ് ഓഫ് സം ക്യാമ്പയിൻ സംബഡി ഫought for us. So we also need to carry forward. ഈ സമരത്തിനെ മുന്നോട്ട് കൊണ്ടുപോകണം. അങ്ങനെ കൊണ്ടുപോയി കഴിഞ്ഞാൽ മാത്രമേ ജസ്റ്റ് ബൈ ആക്സെപ്റ്റ് ചെയ്ത പണ്ട് ഞാൻ ഡിസബിലിറ്റിനെ കുറിച്ച് പല അണ്ടർസ്റ്റാൻഡിങ്ങിനെ കുറിച്ച് സംസാരിക്കാൻ പറഞ്ഞത്, നേരത്തെ അണ്ടർസ്റ്റാൻഡിംഗ് എന്ന് വെച്ചാൽ ഇത് നമ്മുടെ കർമ്മത്തിന്റെ ഭാഗമായിട്ട് കിട്ടുന്ന ഒരു സാധനമായിട്ടുണ്ട്.
നമ്മളേതോ പാവം ഏതോ പണ്ടേതാണ് ചിന്തയുടെ ഭാഗമായിട്ട് കിട്ടിയ സാധനമാണെന്നൊരു സാധനം. അതിനകത്ത് ഇപ്പോഴും ആ വിശ്വാസം പല ആൾക്കാരിലും ഉണ്ട്. പക്ഷെ വി നീഡ് ടു അതിനെ ഓവർകം ചെയ്യണം. അതിനകത്ത് മാറി വരുന്നുണ്ട്. ഈ അണ്ടർസ്റ്റാൻഡിങ് മാറി മാറി വരുന്നുണ്ട്. കർമ്മ പിന്നെ മെഡിക്കൽ ഒരു ക്യൂർ കൊണ്ട് മാറ്റാൻ പറ്റുന്ന സാധനമായി മാറി ഇപ്പോ റൈറ്റ്സ് ബേസ്ഡ് ഒരു ചിന്താഗതി ഒരു ഡയറക്ഷനിലേക്ക് പോയി തുടങ്ങി. സോ ദാറ്റ് വി നീഡ് ടു ടോക്ക് ഇൻ ദാറ്റ് ഡയറക്ഷൻ. ഈ റൈറ്റ്സിനെ കുറിച്ചൊരു അണ്ടർസ്റ്റാൻഡിങ് വന്നാലേ നമുക്ക് റൈറ്റ്സിനെ അസേർട്ട് ചെയ്യാൻ പറ്റും. ഈ നിയമത്തിന് പറയുന്ന ഒരു കാര്യം വെച്ചാല് വേറെ പല ഇതിനകത്തും കൊടുക്കുന്ന ഒരു സെയിം സ്കീംസ് പെൻഷനെ കുറിച്ച് തന്നെ പറഞ്ഞിട്ടാണ്. പെൻഷൻ ടെർമിനോളജി ഡിഫറെന്റ്, നോമൻക്ലേച്ചർ തെറ്റാണ്, ദാറ്റ്സ് എ ഡിഫറെന്റ് തിങ്. ഈ പെൻഷൻ കൊടുക്കുമ്പോൾ തന്നെ വിഡോ പെൻഷൻ അല്ല വേറെ ഏത് പെൻഷൻ, ആ പെൻഷൻ വെച്ചാൽ സിമിലർ സ്കീംസിന്റെ 25% മോർ കൂടുതൽ ഡിസേബിൾഡ് ആയ ആൾക്കാർക്കുള്ള സ്കീംസ് കൊടുക്കണമെന്നാണ്. വിഡോ പെൻഷൻ 250 ആണെങ്കിൽ അല്ല 100 റുപ്പീസ് ആണെങ്കിൽ ഡിസേബിലിറ്റി പെൻഷൻ 125 ആവണമെന്നാണ് നിയമം പറയുന്നത്. ബട്ട് വേർ ഈസ് ബീങ് ഇംപ്ലിമെന്റഡ് എന്നൊരു ചോദ്യമുണ്ട്. അങ്ങനെ പല അതുകൂടാണ്ട് സോഷ്യൽ സെക്യൂരിറ്റി പലതും പറയുന്നുണ്ട്. ലാൻഡ് കൊടുക്കണം എന്ന് പറയുന്നുണ്ട് സ്ത്രീകൾക്ക് പ്രയോറിറ്റി കൊടുക്കണം എന്ന് പറയുന്നത്. പിന്നെ ഹൗസിങ്ങിനെ കുറിച്ച് പറയുന്നുണ്ട്, ഹൗസിംഗ് അലോട്ട്മെന്റ്, ഷോപ്സിന് ഇത് കൊടുക്കണം എന്ന് പറയും. അങ്ങനെ പല സാധനം ഇതിനകത്ത് നിയമത്തിനെ കുറിച്ച് പറയും. സോ അൺലെസ് ഈ നിയമത്തിനെ കുറിച്ച് പറഞ്ഞു ദാറ്റ് ഷുഡ് ബി ബിക്കം യുവർ വെപ്പൺ. നിയമം ഒരുപാട് കാര്യങ്ങൾ പറയുന്നു, പക്ഷെ എല്ലാ കാര്യത്തിലും നമ്മൾ സ്ട്രഗിൾ ചെയ്ത് ഇംപ്ലിമെന്റ് ചെയ്യേണ്ടി വരും. സോ ദാറ്റ് ഹാസ് ടു ബി ദിസ് തിങ്. അത് മാത്രമേ പറയാനുള്ളൂ. അപ്പൊ നിയമങ്ങൾ നിയമങ്ങൾ ആവർത്തിച്ച് വായിച്ചു പഠിക്കുക, അതിലുള്ള അവനവന്റെ അവകാശങ്ങളെ കുറിച്ച് ബോധവാന്മാരാവുക, അത് നടപ്പാക്കാൻ വേണ്ടി പിന്നെ സമൂഹത്തില് പിന്നെ ശബ്ദം ഉയർത്തുക, അതാണല്ലേ. പിന്നെ ഒരു കാര്യം കൂടി, നാഷണൽ പ്ലാറ്റ്ഫോം ഫോർ റൈറ്റ്സ് ഓഫ് ദി ഡിസേബിൾഡ് NPRD എന്ന് പറയുന്ന ഒരു സംഘടന എന്താണ്, എങ്ങനെയാണ് അത് ഉണ്ടാകാനുള്ള ഒരു സാഹചര്യം എന്നും കൂടെ പറഞ്ഞുകൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം. നമ്മൾ വാസ്തവത്തിൽ നേരത്തെ ഒരുപാട് കാര്യങ്ങൾ ചർച്ച ചെയ്തപ്പോ 2010 ആക്ച്വലി നമ്മൾ 4 സംഘടനകൾ, 4 ചെറിയ ചെറിയ ഓർഗനൈസേഷൻസ് കൂട്ടിച്ചേർന്ന് നാഷണൽ ലെവലിൽ ഇതിനെ കുറിച്ചൊരു ഓർഗനൈസ്ഡ് മൂവ്മെന്റ് ഇല്ല എന്ന കാര്യം നമ്മൾ ഒരു കാര്യം തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. there is no organized movement. പൊളിറ്റിസൈസ് എല്ലാ ഡിസേബിൾഡ് ആൾക്കാരെ പൊളിറ്റിസൈസ് ചെയ്യുന്ന ആവശ്യമുണ്ട്. ബിക്കോസ് ഡിസേബിലിറ്റി ചർച്ച വരുമ്പോൾ തന്നെ പല ആൾക്കാരും വി ഓൾ ഡിസ്കസ് ഇൻ ഐസൊലേഷനിൽ പല പല കമ്പാർട്ട്മെന്റായിട്ട് നമ്മൾ ചർച്ച ചെയ്തു. ബ്ലൈൻഡ് ആൾക്കാരുടെ പ്രത്യേക സംഘടന, ഡെഫിന്റെ പ്രത്യേക സംഘടനയുണ്ട്, അങ്ങനെ പല പല ഓർഗനൈസേഷൻസ് ഉണ്ട്. വി ആർ ഓൾ ഡിസ്കസിങ് ഇൻ അവർ ഓൺ സൈലോസ് ആൻഡ് അവർ ഓൺ കമ്പാർട്ട്മെന്റ്സ്. ദാറ്റ് ഈസ് വൺ തിങ്. അത് കൂടാണ്ട് ഈ ഇഷ്യൂസിനെ കുറിച്ച് ഡിസേബിലിറ്റി, there is a relation between poverty and disability എന്നുള്ള പറയാൻ UN ചർച്ച പല സ്ഥലത്തും ചർച്ച ചെയ്യാറുണ്ട്. പക്ഷെ അതിന്റെ റെക്കഗ്നിഷൻ, അതിനെക്കുറിച്ച് ആ ഇഷ്യൂവിനെ മുന്നോട്ട് കൊണ്ടുവരികയാണെങ്കിൽ 70% ഡിസേബിൾ പോപ്പുലേഷൻ വരുന്നത് ഈ പോർ എക്കണോമിക് ബാക്ക്ഗ്രൗണ്ടിൽ വരുന്ന ആൾക്കാരാണ്, റൂറൽ ഏരിയാസിൽ വരുന്ന ആൾക്കാർ. അവരുടെ ഇഷ്യൂസ് ഇപ്പൊ മെയിനായിട്ട് ചർച്ച വരുന്ന പോകുമ്പോൾ ടൗൺസിലും സിറ്റീസിലും നടക്കുന്ന NGOസും നടത്തുന്നു, അവരാണ് മെയിൻ അജണ്ടയിലേക്ക് കൊണ്ടുവരുന്നത്. ഇപ്പോഴും ചർച്ചയിൽ ഒരുപാട് കാര്യങ്ങൾ വരുമ്പോൾ തന്നെ ഹെൽത്ത് ഇൻഷുറൻസിനെ കുറിച്ച് ചർച്ച വരുന്നത്. വി ആർ സേയിങ് റൈറ്റ് ടു ഹെൽത്ത് ഞങ്ങൾ പറയുന്നത്. We are against the whole regime of insurance regime. Right to health വേണം. Public spending should increase in health. 3.5 national health policy പറയുന്നുണ്ടല്ലോ. 3.5 of GDP in the short term and 5% in the long term health policy പറയുന്നുണ്ട്. അങ്ങനെ പല ഇഷ്യൂസും. സോ റൈറ്റ് ടു ഹെൽത്ത്, റൈറ്റ് ടു എഡ്യൂക്കേഷൻ, ഇതെല്ലാം എന്ന് പറയുമ്പോൾ ഡിസേബിൾഡ് ആൾക്കാർക്കുള്ള ഇഷ്യൂസിനെ കുറിച്ച് ചർച്ച വരാത്തതിന്റെ പേര്, പൊളിറ്റിസൈസ് ആവാത്തതിന്റെ ഭാഗമായിട്ട് പല ഇഷ്യൂസ് നമ്മൾ വി ഹാവ് സീൻ ദാറ്റ് their issues should be politicized. Their issues should be politicized, they should be organized. എന്നാലേ ഈ മെയിൻ സ്ട്രീമിലേക്ക് കൊണ്ടുവരാൻ കഴിയും. Unless you bring the disability issues to the mainstream, you can't find solutions to. ഈ ഒരു ധാരണയിൽ എത്തിയ ശേഷം ഞങ്ങൾ 3-4 most of them were actually people who had some sympathy or respect to CPIM. അതിൽ നടക്കുന്ന ഓർഗനൈസേഷൻസ് ആണ്. ഞങ്ങൾ കൊണ്ടുവന്നു. അതിനുശേഷം വി ഹാവ് സെറ്റ് അപ്പ് ഓർഗനൈസേഷൻ 2010 ഒരു സാധനം നമ്മൾ കൽക്കട്ടയിൽ വെച്ചൊരു കൺവെൻഷൻ കൂടിയിട്ട് ഉണ്ടാക്കിയൊരു ഓർഗനൈസേഷൻ ആണിത്. നാഷണൽ ഒരു പ്ലാറ്റ്ഫോമാണ്.
ഈ പ്ലാറ്റ്ഫോമിൽ ഏത് സ്റ്റേറ്റ് ലെവൽ ഓർഗനൈസേഷന് ചേരാം, സബ്ജക്ട് ടു ദർ ആക്സെപ്റ്റിംഗ് അവർ പ്രോഗ്രാം. ഒരു പ്രോഗ്രാം കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ട്, ആ പ്രോഗ്രാമിന് കോൺസ്റ്റിറ്റ്യൂഷൻ അഗ്രി ചെയ്യണമെങ്കിൽ ഇത് CPM അല്ലാത്ത ഒരുപാട് ഓർഗനൈസേഷൻസും ഉണ്ട്, ലീഡ് ചെയ്യുന്ന ഓർഗനൈസേഷൻസും ഇതിനകത്തിന്റെ ഭാഗമാണ് പല. സോ ഇറ്റ് നോട്ട് പൊളിറ്റിക്കൽ ആണ്, ബട്ട് വി ആർ നോട്ട് റേസിംഗ് പൊളിറ്റിക്കൽ സ്ലോഗൻസ്. ഡിസബിലിറ്റി ഉള്ള പൊളിറ്റിക്സും അവരുടെ അവരുടെ ആവശ്യങ്ങളും ചാർട്ടറും അതിന് തന്നെ പൊളിറ്റിക്സ് കൊണ്ടുവരാൻ പറ്റും. അതിന് ആ ഇതിനകത്ത് വെച്ച് നമ്മൾ നടത്തേണ്ട ഒരു സാധനമാണ്. കേരളത്തിലെ വിഷയങ്ങളിൽ കൂടുതലായിട്ട് ഇടപെടണം എന്ന് റിക്വസ്റ്റ് ചെയ്തുകൊണ്ട് കേരളത്തിൽ കുറച്ചും കൂടിയൊക്കെ ആക്റ്റീവ്. കേരളത്തിലെ ഒരുപാട് പേര് ചിലപ്പോൾ ഇങ്ങനെ ഒരു സംഘടനയെ പറ്റി പോലും കുറച്ച് പേരായിരിക്കും കേൾക്കുന്നത്. അപ്പോൾ ഇവിടെയും കൂടെ കുറച്ചും കൂടെ പ്രവർത്തനമൊക്കെ വ്യാപിപ്പിക്കുകയാണെങ്കിൽ ഒരുപാട് മനുഷ്യർക്ക് അത് പ്രയോജനകരമാകും. അപ്പൊ ഭിന്നശേഷി മനുഷ്യര് ഞാൻ വീണ്ടും ഭിന്നശേഷി എന്ന് പറഞ്ഞു, ഡിസേബിൾഡ് മനുഷ്യരുടെ രാഷ്ട്രീയവൽക്കരണത്തെ കുറിച്ചുള്ള മനുഷ്യാവകാശങ്ങളെ കുറിച്ചാണ് നമ്മൾ ചർച്ച തുടങ്ങിയത്. പക്ഷെ അവസാനിപ്പിക്കുന്നത് അവരുടെ രാഷ്ട്രീയവൽക്കരണം എത്രത്തോളം ആവശ്യമാണ് എന്നുള്ള പോയിന്റിലാണ്. അത് എനിക്ക് തോന്നുന്ന വലിയൊരു ടോപ്പിക്കാണ്, ഒരു ഇത്രയും തന്നെ സംസാരിക്കാനുള്ള ഒരു വലിയ വിഷയമാണല്ലോ. അപ്പൊ കേരളത്തിലും ഇടയ്ക്കൊക്കെ ഇത്തരം സംസാരങ്ങളും ഡിസ്കഷനും ഒക്കെ ഉണ്ടാവട്ടെ. തീർച്ചയായിട്ടും കേരളത്തിൽ നമ്മുടെ അഫിലിയേറ്റ് ഉണ്ട്, ഡിഫറെന്റ് ലേബൽ, അതിന്റെ പേരും ഡിഫറെന്റ് ലേബിൾ ആണ്. അപ്പൊ ഞാൻ ശരി, താങ്ക് യു.